ഹലോ എവ്രി വൺ, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കുറച്ച് ദിവസങ്ങളായിട്ട് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള 11th ക്ലാസ്സിലെ ഫിസിക്സ്, കെമിസ്ട്രി, മാത്സ് സബ്ജക്ട്സുകളാണ് ഈ ചാനലിലൂടെ നമ്മൾ എന്ത് ചെയ്തുകൊണ്ടിരുന്നത്, പഠിച്ചുകൊണ്ടിരുന്നത്. ഓൾമോസ്റ്റ് നമ്മൾ എന്ത് ചെയ്തു, ഹാഫ് പാർട്ട് കംപ്ലീറ്റ് ചെയ്തു. ഇന്നത്തെ ഡേ ഏതാണ്? 25th ജൂലൈ അല്ലെ? 25th ജൂലൈ ആണ്. നമുക്കിനി ഏകദേശം എത്ര ദിവസമുണ്ട്? ഒരു മാസവും 10 ദിവസവും മാത്രമേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യുന്നുള്ളൂ, നമ്മുടെ എക്സാമിന് ഫ്രണ്ടിലായിട്ടുള്ളൂ. നമ്മൾ മാക്സിമം എന്ത് ചെയ്യും, അതിനു മുമ്പ് തന്നെ നമ്മൾ തീർക്കേണ്ട സബ്ജക്ട്സുകളുടെയും തീർക്കേണ്ട ചാപ്റ്ററുകളെല്ലാം തീർക്കും. ഇന്ന് നമ്മൾ പഠിക്കാൻ വേണ്ടി പോകുന്നത് മാത്സ് ആണ്. മാത്സിലെ ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് അല്ലെ. കുറെ സിമ്പിൾ ആയിട്ടുള്ള ചാപ്റ്റേഴ്സ് നമ്മുടെ +1 സിലബസിലുണ്ട്. അതിൽ ഒരു ഈസി ആയിട്ടുള്ള ചാപ്റ്റർ ആണ് പ്രോബബിലിറ്റി എന്ന് പറയുന്ന ചാപ്റ്റർ. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, കാരണം നിങ്ങൾ 10ലും സ്റ്റേറ്റ് ആണെങ്കിലും CBSE ആണെങ്കിലും ICSE ആണെങ്കിലും എന്തായിരുന്നു പഠിച്ചിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ഇത്. പ്രോബബിലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്ക് വളരെ ഈസി ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഫോക്കസ് ഏരിയ വന്നപ്പോഴേക്കും കുറെ ടോപ്പിക്സ് എടുത്ത് കളഞ്ഞു. എടുത്ത് കളഞ്ഞില്ലായിരുന്നെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാം, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് ഇത്, പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഞാൻ ഈ വീഡിയോയിൽ കൂടുതലായിട്ടും കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ്. അതായത് നേരത്തെ ചോദിച്ചിട്ടുള്ള ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ടുള്ള പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കൂടുതലായിട്ടും. ഇത് നോക്കിയാൽ ഈ ചാപ്റ്ററിൽ ആകപ്പാടെ 3 ടോപ്പിക്സ് ആണ് ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത്. അതിൽ ഒന്നാമത്തത് പ്രോബബിലിറ്റി ഓഫ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. ഒന്നാമത്തേതാ പ്രോബബിലിറ്റി ഓഫ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. എന്താന്ന് ഞാൻ പറഞ്ഞു തരാം. അടുത്തത് രണ്ടാമത്തത് പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് A or B. ഈ A or എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. മൂന്നാമത്തതാണ് എന്ത്, പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് നോട്ട് A. ഓക്കെ, സോ നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. ഓക്കെ മക്കളെ, ഞാൻ ആദ്യം പറയാൻ വേണ്ടി പോകുന്നത് എന്താണ് പ്രോബബിലിറ്റി എന്ന്. എന്താണ് പ്രോബബിലിറ്റി എന്ന് ഈ +1 പഠിക്കുന്ന എല്ലാ കുട്ടികൾക്കും അറിയാം. +1 സയൻസ് മാത്രമല്ല, വേണമെങ്കിൽ കൊമേഴ്സും ഹ്യൂമാനിറ്റീസിലെ പിള്ളേർക്ക് വരെ അറിയാവുന്ന സാധനമാണ് എന്ത്, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ. നിങ്ങൾ അത് ചിലപ്പോൾ അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് സംഭവം അറിയാം. അതങ്ങനെയാണ് മക്കളെ, നിങ്ങൾക്ക് അറിയത്തില്ലെന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾക്ക് അറിയാം. നോക്കിയേ, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ എന്താ, അല്ലെങ്കിൽ ഒരു ഇവന്റിന്റെ ഒരു പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ ഒരു ഇവന്റ് കൺസിഡർ ചെയ്യുക. എന്ന് പറയുന്ന ഒരു ഇവന്റ് കൺസിഡർ ചെയ്യുകയാണ്. അതിന്റെ പ്രോബബിലിറ്റി എന്ന് ചോദിച്ചാൽ എന്തായിരിക്കും നമ്മൾ പറയുന്നത്? കേട്ടോ, നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ ടു A ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. എന്താണ് പറഞ്ഞിരിക്കുന്നത്? നമ്പർ ഓഫ് കേസസ് ഫേവറബിൾ ടു A ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ഔട്ട്കംസ്. ഈ ഇക്വേഷൻസ് അല്ലെങ്കിൽ അറിഞ്ഞില്ലേലും കുഴപ്പമില്ല, സംഭവം ഇത്രേ ഉള്ളൂ. നമ്മളിപ്പോ ഒരു ഇവന്റ് കൺസിഡർ ചെയ്യുക, ഏതെങ്കിലും ഒരു ഇവന്റ് കൺസിഡർ ചെയ്യുക. ഇവന്റ് എന്ന് പറഞ്ഞാൽ ത്രോയിങ് എ ഡൈ, അതായത് ഒരു നമ്മുടെ ഏണിയും പാമ്പ് കളിക്കുന്ന കട്ട അതെടുത്ത് ത്രോ ചെയ്യുന്നു. അല്ലെങ്കിൽ എന്താ പറയുന്നേ, അല്ലെങ്കിൽ നമ്മൾ നമ്മുടെ കോയിൻ ടോസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മൾ സാധാരണ ഇതിനകത്ത് കൺസിഡർ ചെയ്യുന്ന ഇവന്റ്സ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക. ത്രോയിങ് എ ഡൈ എന്ന് പറഞ്ഞാൽ ഒരു ഡൈ ത്രോ ചെയ്യുന്നു. പിന്നെ എന്താ, അതേപോലെ തന്നെ നമ്മുടെ ടോസിങ് എ കോയിൻ, ഒരു കോയിൻ ടോസ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മൾ മെയിൻ ആയിട്ട് കൺസിഡർ ചെയ്യുന്ന ഇവന്റ്സ് എന്ന് പറഞ്ഞാൽ. അതിലെ ഒരു ചെറിയ ഭാഗങ്ങളുണ്ട്, അതാണ് നമ്മൾ എന്താ പറയുന്നത് പ്രോബബിലിറ്റി ഒക്കെ കാണാനായിട്ട് യൂസ് ചെയ്യുന്നത്. ഇപ്പൊ നോക്കിയ ഒരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ വെൻ വി ത്രോസ് എ ഡൈ. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് ഈവൻ നമ്പർ കിട്ടണം. അങ്ങനെയാണെങ്കിൽ അതിന്റെ പ്രോബബിലിറ്റി എത്രയാണ്? ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ വെൻ വി ത്രോസ് എ ഡൈ. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ ഒരു ഈവൻ നമ്പർ കിട്ടും. നോക്കിയേ, ഈവൻ നമ്പേഴ്സ് കിട്ടണം വെൻ വി ത്രോസ് എ ഡൈ. ഡൈ ത്രോ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടാവുന്ന, അല്ലെങ്കിൽ ഏണിയും പാമ്പ് എറിയുമ്പോൾ നമുക്ക് കിട്ടാവുന്ന നമ്പറുകൾ ഏതൊക്കെയാ? അത് ഏതൊക്കെയാ? 1, 2, 3, 4, 5, 6 അല്ലെ. 1 തൊട്ട് 6 വരെയുള്ള നമ്പേഴ്സ് ആണ് നമുക്ക് കിട്ടാവുന്ന പോസിബിൾ ആയിട്ടുള്ളത്. അതിനെയാണ് ഈ കിട്ടാവുന്ന നമ്പർ, അതിനെ വിളിക്കുന്ന പേരാണ് S, അല്ലെങ്കിൽ സാമ്പിൾ സ്പേസ് എന്ന് പറയും. കേട്ടോ, S എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ്. ഇനി നോക്കിയാൽ നമുക്ക് വേണ്ട ഇവന്റ് എന്നതാ? ഗെറ്റിംഗ് ആൻ ഈവൻ നമ്പർ. നമുക്ക് വേണ്ട എന്നതാ? ത്രോ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഈവൻ നമ്പർ കിട്ടണം. അതിന് എനിക്ക് കിട്ടണം ഇവന്റ് ആയതുകൊണ്ട് A എന്ന് ഞാൻ വിളിച്ചു. ഈവൻ നമ്പേഴ്സ് ഏതൊക്കെ ഇതിന്റെ അകത്ത്? 2, 4, 6. അപ്പൊ നോക്കി, 2, 4, 6 ഇതാണ് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞിട്ടുള്ള 2, 4, 6 എന്ന് പറയുന്നത്. നോക്കി, ഇനി പ്രോബബിലിറ്റി ചോദിച്ചാൽ ഇതിന്റെ എല്ലാം എണ്ണം എടുക്കുക. കണ്ടോ, S എത്ര എണ്ണം ഉണ്ട് എന്ന് വെച്ചാൽ 6 നമ്പേഴ്സ് ഉള്ളത്. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ S, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ സാമ്പിൾ സ്പേസ് എന്ന് പറയുന്നത് 6. നോക്കി, നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A എത്രയാ? നമ്പർ ഓഫ് എലമെന്റ്സ് ഇൻ A എന്ന് പറയുന്നത് 3 എണ്ണമാണ്. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി ചോദിച്ചാൽ കണ്ടോ, പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് A ആണത്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് A എന്ന് പറഞ്ഞാൽ എത്രയാ? നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഇവന്റ് A, നമുക്ക് വേണ്ടത് ഏതാണോ അതിന്റെ എലമെന്റ്സ്. അപ്പൊ നമ്പർ ഓഫ് എലമെന്റ്സ് ഓഫ് ഇവന്റ് A ഡിവൈഡഡ് ബൈ ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ്. ടോട്ടൽ നമ്പർ ഓഫ് എലമെന്റ്സ് എന്ന് പറഞ്ഞാൽ എന്താ? സാമ്പിൾ സ്പേസിലുള്ള എലമെന്റ്സ്. കണ്ടോ, അപ്പൊ ഇവന്റ് A നമുക്ക് ഈവൻ നമ്പർ എത്ര എണ്ണോ ഉള്ളത്? 3 എണ്ണം ഉണ്ട്. സാമ്പിൾ സ്പേസ് എത്ര എണ്ണോ? 6 എണ്ണം. അപ്പൊ 3/6 എന്ന് എഴുതാം. ഇതിനെ ചെറുതാക്കുമ്പോൾ എത്ര എഴുതാം? നേരെ പകുതിയല്ലേ, ഇപ്പൊ 1/2 എന്ന് എഴുതാം. ഇതാണ് സംഭവം എന്ത്, പ്രോബബിലിറ്റി എന്ന് പറഞ്ഞ് ഉദ്ദേശിക്കുന്നത്. മനസ്സിലായല്ലോ?
ഓക്കെ മക്കളെ, ഇനി നമ്മൾ മെയിൻ ആയിട്ട് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് പ്രോബബിലിറ്റി പഠിക്കാൻ നേരത്ത് നമുക്ക് അറിയേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് കുറെയൊക്കെ സാമ്പിൾ സ്പേസുകൾ ഏതൊക്കെയാണെന്നൊക്കെ അറിയണം. സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ അറിയാലോ, ടോട്ടൽ നമ്പർ ഓഫ് പോസിബിൾ ആയിട്ടുള്ളത് കേട്ടല്ലോ. നോക്കാം, നമുക്ക് ആദ്യം അറിയേണ്ട കുറച്ച് ഇവന്റ്സിനെ പറ്റിയാണ്. ഒന്നാമത്തെ ഇവന്റ് ആണ് ത്രോയിങ് എ ഡൈ. ത്രോയിങ് എ ഡൈ, ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ, ഡൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്നാ നിങ്ങൾക്ക് തന്നെ അറിയാം. എന്നതാ ഡൈ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്ന ഏണിയും പാമ്പിന്റെയും കട്ട. ആ കട്ടേനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഡൈ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് കിട്ടാവുന്ന സാമ്പിൾ സ്പേസുകൾ ഏതൊക്കെയാ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. എണിയും പാമ്പ് എറിയുമ്പോൾ നമുക്ക് കിട്ടുന്ന നമ്പേഴ്സ് ഏതൊക്കെയാ? 1 2 3 4 5 6 കേട്ടല്ലോ, 6 ഉണ്ട് കേട്ടോ. ഇത് ഒരു വട്ടം നമ്മൾ ത്രോ ചെയ്യുമ്പോൾ, മനസ്സിലായല്ലോ. ഇപ്പൊ ത്രോയിങ് 2 ഡൈസ് എന്ന് പറയാം. ഇപ്പൊ ത്രോയിങ് 2 ഡൈസ്, 2 വട്ടമാണ് ഡൈ ത്രോ ചെയ്യുന്നതെങ്കിലോ ത്രോയിങ് 2 ഡൈസ്, 2 വട്ടം ഡൈ ത്രോ ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും? അല്ലെങ്കിൽ ത്രോയിങ് എ ഡൈ 2 ടൈംസ്, ഇങ്ങനെയും പറയാം. ത്രോയിങ് എ ഡൈ 2 ടൈംസ്, ത്രോയിങ് എ ഡൈ 2 ടൈംസ്, ഇങ്ങനെയും പറയാം കേട്ടോ. ത്രോയിങ് എ ഡൈ എന്ന് പറഞ്ഞാൽ 6 ത്രോയിങ് 2 ഡൈസ് എന്ന് പറഞ്ഞാലും 2 ഡൈസ് ത്രോ ചെയ്തെന്ന് പറഞ്ഞാലും, അല്ലെങ്കിൽ ഒരു ഡൈ 2 വട്ടം ത്രോ ചെയ്തെന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. മനസ്സിലാക്കണം, 2 ഡൈ ത്രോ ചെയ്തെന്ന് പറഞ്ഞാലും ഒരു ഡൈ 2 വട്ടം ത്രോ ചെയ്തെന്ന് പറഞ്ഞാലും ഒരേ അർത്ഥമാണ്. അതിന്റെ സാമ്പിൾ സ്പേസും കൂടെ അറിയാം. നോക്കി, ആദ്യം നമുക്ക് ഏതാ കിട്ടുന്നേ? ഇപ്പൊ 2 വട്ടം അറിയുന്നത്. അപ്പൊ ആദ്യം വേണമെങ്കിൽ 1 ഇടാം, പിന്നെ രണ്ടാമതും വേണമെങ്കിൽ 1 തന്നെ വിടാലോ. വേണമെങ്കിൽ ആദ്യം 1 വിടാം, രണ്ടാമത് 2 വിടാലോ, ആദ്യം 1 വിടാം, പിന്നെ വേണമെങ്കിൽ 3 കിട്ടാലോ. അങ്ങനെ പോവാ അല്ലെ. അങ്ങനെ എവിടം വരെ വരാം? 1 വിടാം, ലാസ്റ്റ് 6 വേണമെങ്കിൽ ഇടാം. വേണമെങ്കിൽ 1 തന്നെ വീഴണമെന്നില്ലല്ലോ, ആദ്യമേ 2 വീഴാലോ, 2 1 വീഴാലോ, 2 2 വീഴാം അല്ലെ. ഇങ്ങനെ എവിടം വരെ വീഴും? 2 6 വരെ അല്ലെ. ഇനി ഇതുപോലെ ഏതൊക്കെ പോസിബിളാ? 3 1 പോസിബിളാ അല്ലെ. ഇങ്ങനെ എവിടം വരെയാ? 3 6 വരെ ആണല്ലോ. ഇങ്ങനെ 4 1 ഉണ്ട്, 5 1 ഉണ്ട്, പിന്നെ ലാസ്റ്റ് 6 1 പോസിബിളാ, 6 2 പോസിബിളാ അല്ലെ. അങ്ങനെ ലാസ്റ്റ് എവിടം വരെയാ? 6 6 വരെ. എത്ര എണ്ണം ഉണ്ട്? 6 6. അപ്പൊ ടോട്ടൽ നമ്പർ എത്ര എണ്ണോ? 36 എണ്ണം പോസിബിൾ ആണ്. അപ്പൊ 2 വട്ടം ഡൈ ത്രോ ചെയ്താൽ എത്ര എണ്ണ പോസിബിൾ? 36. ഇവിടെ ഒരു വട്ടം ഡൈ ത്രോ ചെയ്തപ്പോ എത്രയായിരുന്നു? 6 എണ്ണം കണ്ടോ. ഇവിടെ ഒരു വട്ടം ഡൈ ത്രോ ചെയ്തപ്പോ 6 എണ്ണം, 2 വട്ടം ത്രോ ചെയ്തപ്പോ 36 എണ്ണം. അത് കാണാനുള്ള ഒരു ഫോർമുല. ഇപ്പം 3 വട്ടോ 4 വട്ടമൊക്കെ ചോദിച്ചാൽ നമുക്ക് അറിയത്തില്ലല്ലോ. അപ്പൊ ജനറലി ഒരു ഡൈ ത്രോ ചെയ്ത ഇൻ ജനറൽ ആയിട്ട് പറയുവാണെങ്കിൽ കേട്ടോ, ഇൻ ജനറൽ നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് എത്രയായിരിക്കും ഡൈയുടെ കാര്യത്തിൽ? നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ് അല്ലെ, ഫോർ ഏതാ? ഡൈ ചെയ്യുമ്പോൾ, ഡൈ ത്രോ ചെയ്യുമ്പോൾ എത്രയായിരിക്കും? 6 എന്ന് പറയും. എന്ത് പറയും? 6 ഡൈയുടെ കാര്യത്തിൽ എന്താണ്? 6 എന്ന് പറയും. കണ്ടോ, കാരണം എന്താ? ഇവിടെ 6 അല്ലേ. 6 എന്ന് പറഞ്ഞാൽ ഒരു വട്ടം അല്ലേ ത്രോ ചെയ്യുന്നത്. അപ്പൊ 6 അപ്പൊ 6 എന്ന് പറഞ്ഞാൽ 6. 2 വട്ടം ചെയ്യുമ്പോഴല്ലേ 36 കിട്ടുന്നത്. അതായത് 2 വട്ടമായിട്ട് 6 സ്ക്വയർ കണ്ടോ, 6 × 6 എന്ന് വരും. 6 സ്ക്വയർ എത്രയാ? 36. ഇപ്പൊ 3 വട്ടം ആയിരുന്നെങ്കിലോ? 3 വട്ടം ആയിരുന്നെങ്കിൽ 6 ഒരു ഡൈ 3 വട്ടം ത്രോ ചെയ്താലോ, അല്ലെങ്കിൽ 3 ഡൈസ് ത്രോ ചെയ്താലോ എത്ര കിട്ടും? 6 എന്ന് കിട്ടും. മനസ്സിലായാലോ. അപ്പൊ ഇങ്ങനെയൊക്കെയാണ് എന്ത് നമ്മുടെ ഡൈയുടെ കാര്യത്തിൽ. ഡൈ ഒരു വട്ടം ത്രോ ചെയ്താൽ 6, 2 വട്ടം ത്രോ ചെയ്താൽ 36, 3 വട്ടം ത്രോ ചെയ്താൽ അല്ലെങ്കിൽ ത്രോ ചെയ്താൽ 6 എന്ന് കിട്ടും. 216. മനസ്സിലായാലോ. ഇതാണ് ഡൈയുടെ കാര്യത്തിലുള്ളത്. ഇനി നോക്കിയാൽ മക്കളെ, ടോസിങ് എ കോയിൻ. ഒരു കോയിൻ ടോസ് ചെയ്യുമ്പോൾ ഏതൊക്കെ കിട്ടും? നമ്മൾ സാധാരണ ഒരു കോയിൻ എടുത്ത് ടോസ് ചെയ്താൽ നമുക്ക് ഏതൊക്കെ കിട്ടും? അവിടെ ടെയിൽ കിട്ടാം, അല്ലെങ്കിൽ ഹെഡ് കിട്ടാം. അപ്പൊ 2 എണ്ണേ ഉള്ളു കിട്ടത്തുള്ളൂ. ഒരു കോയിൻ ടോസ് ചെയ്താൽ ഒന്നില്ലെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. അപ്പൊ എത്ര എണ്ണം ടോട്ടല്? 2 എണ്ണമാണ് പോസിബിൾ. ഒന്നില്ലെങ്കിൽ ടെയിൽ അല്ലെങ്കിൽ ഹെഡ്. ഇപ്പൊ 2 കോയിനാ ടോസ് ചെയ്യുന്നെങ്കിലോ? ടോസിങ് 2 കോയിൻസ്. അല്ലെങ്കിൽ നമുക്ക് ഇങ്ങനെയും പറയാം, ടോസിങ് എ കോയിൻ. ഒരു കോയിൻ 2 വട്ടം. ഇത് രണ്ടിനും ഒരേ മീനിങ് തന്നെയാണ്. 2 കോയിൻ ടോസ് ചെയ്തെന്ന് പറഞ്ഞാലും ഒരു കോയിൻ 2 വട്ടം ടോസ് ചെയ്തെന്ന് പറഞ്ഞാലും എന്താണ്? ഒരേ മീനിങ് തന്നെയാണ്. അതും മനസ്സിലാക്കണം. നോക്കിയേ, അപ്പൊ നമ്മൾ ഇങ്ങനെ എഴുതണ്ടേ. ആദ്യമേ നമുക്ക് ഒരു വട്ടം എറിയുമ്പോൾ ഒന്നില്ലെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ടെയിൽ. ഇനി നോക്കി, ഈ ഒരു ബ്രാഞ്ച് വെച്ചുകൊണ്ട് തന്നെ അടുത്ത് എഴുതാം. ഹെഡ് വീണാൽ അടുത്ത് എന്ത് വീഴാം? ഒന്നില്ലെങ്കിൽ ഹെഡ് വീഴാലോ, അല്ലെങ്കിൽ എന്ത് വീഴാം? ടെയിൽ വീഴാം. സപ്പോസ് ആദ്യം ടെയിൽ വീണു. ടെയിൽ വീണാൽ ആദ്യം നെക്സ്റ്റ് എന്ത് വീഴാം? ഹെഡ് വീഴാം, അല്ലെങ്കിൽ ഏതാ? ടെയിൽ വീഴാം. കേട്ടോ. അപ്പൊ ഇങ്ങനെയൊക്കെ വെച്ചത് ഇതിന് ചേർത്ത് എഴുതിയാൽ മതി ഓരോന്നും. ആദ്യത്തെ ഏതാ? എച്ച്. രണ്ടാമത്തെ ഏതാ? എച്ചും ടിയും. എച്ച് ടി. ഇവിടെ നോക്കിയേ, ടിയും എച്ചും. ടി എച്ച്. ലാസ്റ്റത്തെ ഏതാ? ടിയും ടി. എത്രയാ? ടി ടി. കണ്ടോ. അപ്പൊ എത്ര എണ്ണം ഉണ്ട് പോസിബിൾ? 4 എണ്ണം അല്ലെ. ഇത് 4 എണ്ണം കണ്ടോ. അപ്പൊ ഇത് നോക്കിയേ, ഇതിനെ നമുക്ക് 2 എന്ന് എഴുതാം. ഇത് 4 എണ്ണം ആയതുകൊണ്ട് എത്രയാ? 2 സ്ക്വയർ എന്ന് എഴുതാം. ഇനി നോക്കിയേ, 3 കോയിൻസിന്റെ കൂടെ ചെക്ക് ചെയ്യാം. ടോസിങ് 3 കോയിൻസ്. 3 കോയിൻസ് എന്ന് പറഞ്ഞാലും ടോസിങ് എ കോയിൻ 3 ടൈംസ് എന്ന് പറഞ്ഞാലും സെയിം തന്നെയാണ് കേട്ടോ. ടോസിങ് ഒരു കോയിൻ 3 ടൈംസ് എന്ന് പറഞ്ഞാലും ടോസിങ് 3 കോയിൻസ് എന്ന് പറഞ്ഞാലും സെയിം. ടോസിങ് 3 കോയിൻസ് അല്ലെങ്കിൽ എന്താ? ഓർ ടോസിങ് എ കോയിൻ 3 ടൈംസ്. നോക്കിയേ, ഇവിടെ എങ്ങനെ വരും? 3 ടൈംസ് ആണെങ്കിൽ ആദ്യമേ എന്താ? ആദ്യമേ ഒന്നില്ലെങ്കിൽ ഹെഡ് അല്ലെങ്കിൽ ഏതാ? ടെയിൽ. ഇനി രണ്ടാമത്തെ കേസിൽ ഒന്നില്ലെങ്കിൽ ഹെഡ് വീഴാം, അല്ലെങ്കിൽ ഏതാ? ടെയിൽ വീഴാം. ഇവിടെയും
ഹെഡ് ടെയിൽ. ഇതായിരുന്നു നമ്മൾ നേരത്തെ കണ്ടത്. പക്ഷെ ഇനി ഇത് 2 വട്ടം വെച്ചാ ഇനി അടുത്ത ഒരു വയസ്സ് കൂടെ വരുമ്പോൾ എന്താവും, വീണ്ടും എച്ച്, വീണ്ടും എന്താ ടിയും, ഒരു വട്ടം കൂടെ എച്ചും ടി ഇട്ട് കൊടുത്താൽ അതില്ലാത്ത എച്ച് ടി, അങ്ങനെ എന്താ എച്ച് ടി, ലാസ്റ്റും എച്ചും ലാസ്റ്റും എന്താ ടിയും. ഇതെല്ലാം കൂടെ ചേർത്ത് എഴുതുമ്പോൾ എന്ത് വരും, ഏതൊക്കെയാ എച്ച് എച്ച് എച്ച്, പിന്നെ എന്താ കണ്ടോ എച്ച് എച്ച് എച്ച്, അടുത്തത് എച്ച് എച്ച് ടി കണ്ടോ എച്ച് എച്ച് ടി, അടുത്ത ഏതാ എച്ച് ടി എച്ച് കണ്ടോ എച്ച് ടി എച്ച്, അടുത്ത ഏതാ എച്ച് ടി ടി. ഇതാണ് എച്ച് വെച്ച് സ്റ്റാർട്ട് ചെയ്യുന്നത്. അടുത്ത ടി എച്ച് ടി എച്ച് എച്ച്, അടുത്ത ഏതാ ടി എച്ച് ടി, ഈ എച്ചിന്റെ സ്ഥാനത്ത് ടി ആക്കിയാൽ മതി ആദ്യത്തെ എച്ചിന്റെ സ്ഥാനത്ത്. പിന്നെ ഏതാ ടി ടി എച്ച്, ലാസ്റ്റ് ടി ടി കണ്ടോ. അങ്ങനെ മൊത്തം എത്ര എണ്ണം ഉണ്ട് ഇവിടെ, 8 എണ്ണോ. ടോട്ടൽ എത്രയാ 8 എണ്ണം. ഈ 8 എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം, 2 ക്യൂബ് എന്ന് എഴുതാമല്ലോ അല്ലെ. 8 എന്ന് പറഞ്ഞാൽ 2 ക്യൂബ്, 2 × 2 × 2 ആ. അപ്പം ഒരു കോയിന്റെ കേസിൽ ടോസിങ് കോയിൻ, ടോസിങ് കോയിൻ എന്ന് പറഞ്ഞാൽ അവിടെ എത്ര ഔട്ട്കംസ് ആ പോസിബിൾ ആയിട്ടുള്ളത്, 2n. എത്രയാണ് 2n. ഒരു വട്ടമാണെങ്കിൽ 2(1), 2 വട്ടമാണെങ്കിൽ 2(2), 3 വട്ടമാണെങ്കിൽ 2(3). കണ്ടോ, ഇതൊക്കെയാണ് പോസിബിൾ ആയിട്ടുള്ള ഔട്ട്കംസ്. പക്ഷെ ഇത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഒന്നും അല്ല കേട്ടോ നമുക്ക് പ്രതീക്ഷിക്കാന്ന്. കാരണം ഫോക്കസ് ഏരിയ വന്നപ്പോൾ കുറെ പോയിന്റ്സ് നമ്മളോട് പറഞ്ഞില്ലേ, അപ്പൊ അതുമായിട്ട് ബേസ് ചെയ്തേ ഉള്ളൂ ചോദിക്കുന്നത്. അപ്പൊ ഓർത്ത് വെക്കുക, ടോസിങ് കോയിൻ ആണെങ്കിൽ എത്ര വരും, 2n. പിന്നെ നമ്മുടെ ത്രോയിങ് ഡൈ ആണെങ്കിൽ ഏതാ 6(n). മനസ്സിലായല്ലോ. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെക്കുക. ഇത് വെച്ചിട്ടായിരിക്കും നമ്മുടെ എന്ത് വരുന്നത്, ഔട്ട്കംസ് ഒക്കെ വരുന്നത്. ഓക്കെ, ഓക്കെ മക്കളെ, കാർഡ്സിനെ പറ്റി പറയണം. അതായത് പ്ലേയിങ് കാർഡ്സ് എന്ന് പറഞ്ഞ കാർഡ്സ് നമ്മൾ കളിക്കുന്ന ചീട്ട്. ആ ചീട്ട് എന്ന് പറഞ്ഞാൽ അതൊരു സെറ്റ് ആണ്. ആ സെറ്റിനകത്ത് എത്ര എണ്ണം ഉണ്ട്, 52 കാർഡാണ് ടോട്ടൽ ഉള്ളത്. ഒരു കാർഡ് എടുക്കുവാണെങ്കിൽ, പ്ലേയിങ് കാർഡ്സ് എടുക്കുവാണെങ്കിൽ അതിൽ എത്രയാണോ 52 എണ്ണമാണ് ടോട്ടൽ ഉള്ളത്. ടോട്ടൽ 52 എണ്ണത്തിൽ 26 എണ്ണത്തിന് നേരെ പകുതി, 52 എണ്ണത്തിൽ നേരെ പകുതി എത്ര, 26 എണ്ണം റെഡ് കളറും 26 എണ്ണം ഏതാണ്, ബ്ലാക്ക് കളറാണ്. ഓർക്കുക, ഇപ്പൊ 26 എണ്ണം ഏതാണ് റെഡ് കളർ, 26 എണ്ണം ഏതാണ് ബ്ലാക്ക് കളർ. ആ 26 എണ്ണം ബ്ലാക്ക് കളർ റെഡ് ആണെന്ന് നമ്മൾ പറഞ്ഞു. ഇപ്പൊ നോക്കിയേ, ഈ 52 എണ്ണത്തിനെ കളർ വൈസ് നോക്കുവാണെങ്കിൽ 2 ആയിട്ട് 26. പക്ഷെ 4 സ്യൂട്ട് ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്, 4 പാക്ക്, അതായത് 4 സ്യൂട്ട് ആക്കി ഡിവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാന്ന് വെച്ചാൽ 4 എണ്ണം എന്ന് പറഞ്ഞാൽ ഒന്ന് ഏതാ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്, ഹേർട്സ്, രണ്ടാമത്തെ ഡയമണ്ട്, മൂന്നാമത്തെ ക്ലബ്ബ്, നാലാമത്തെ ഏതാ സ്പേഡ്. അപ്പൊ ഏതൊക്കെയാ, ഹേർട്ട്, ഡയമണ്ട്, ക്ലബ്ബ്, സ്പേഡ്. ഇപ്പൊ നോക്കിയേ, ഈ ഹാർട്ടും ഡയമണ്ടും ഏത് കളറിലാണ് റെപ്രസെന്റ് ചെയ്തിരിക്കുന്നത്, റെഡ് കളറിലാണ്. അതുകൊണ്ട് തന്നെ റെഡ് 26 എണ്ണം പറഞ്ഞു. ആ 26 എണ്ണത്തിൽ 13 ഹാർട്ടും 13 എന്തുണ്ട് ഡയമണ്ട്സും ആണുള്ളത്. ഈ ബ്ലാക്ക് കളർ 26 എണ്ണമാണ്. അത് ഏതൊക്കെയാണ്, ക്ലബ്സും സ്പേഡും ആണ്. ഏതൊക്കെയാണ്, ക്ലബ്സും സ്പേഡും. ആ ക്ലബ്ബും 13 എണ്ണം, സ്പേഡും 13 എണ്ണം. അപ്പൊ 4 സ്യൂട്ടുകളാണുള്ളത്. 4 സ്യൂട്ടുകൾ ഏതൊക്കെയാ, ഹാർട്ട്, ഡയമണ്ട്, ക്ലബ്ബ്, സ്പേഡ്. ഹാർട്ട്, ഡയമണ്ട്, ക്ലബ്ബ്, സ്പേഡ് എന്ന് പറയും. ഹാർട്ട് 13 എണ്ണം, ഡയമണ്ട് 13 എണ്ണം, ക്ലബ്ബ് 13 എണ്ണം, സ്പേഡ് 13 എണ്ണം. ഹാർട്ടും ഡയമണ്ടും റെഡിന്റെ, ക്ലബ്ബും സ്പേഡും ഏതാ ബ്ലാക്കിന്റെ. ഓക്കെ, അപ്പം റെഡും ബ്ലാക്കും. അതാണ് ഞാൻ ബ്ലാക്കിനെ ബ്ലാക്ക് ആയിട്ട് തന്നെ റെപ്രസെന്റ് ചെയ്തത്. ഇന്ന് നോക്കിയേ, ഓരോ സ്യൂട്ടിലും ഏതൊക്കെയാണുള്ളത്, ഓരോ സ്യൂട്ടിലും 13 എണ്ണമെന്ന് നമ്മൾ പറഞ്ഞു. അത് ഏതൊക്കെയാ, 2 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ്. ഏതൊക്കെയാ, 2 തൊട്ട് 10. ഒന്നുണ്ടോ, ഇല്ല, 2 തൊട്ട് 10 വരെയുള്ള നമ്പേഴ്സ്. പിന്നെ ഏതാ, എയ്സ്, കിങ്, ക്യൂന്, ജാക്ക്. ഏതൊക്കെയാ, എയ്സ്, കിങ്, ക്യൂന്, ജാക്ക്. അപ്പൊ 2 തൊട്ട് 10 വരെ എന്ന് പറഞ്ഞാൽ മൊത്തം എത്രയാണ്, 9 എണ്ണം. പിന്നെ ഏതാ, എയ്സ് 10, കിങ് 11, ക്യൂൻ 12, ജാക്ക് 13. അങ്ങനെ 13 എണ്ണമാണ് ടോട്ടൽ ഉള്ളത്. 2 തൊട്ട് 10 വരെയും എയ്സ്, കിങ്, ക്യൂന്, ജാക്ക്. നോക്കിയേ, ഈ ലാസ്റ്റത്തെ 3 എണ്ണം ഇല്ലേ, കിങ്, ക്യൂന്, ജാക്ക്, കിങ്, ക്യൂന്, ജാക്ക്. ഇതിനെ വിളിക്കുന്ന പേരാണ് ഫേസ് കാർഡ്സ് എന്ന് പറയും. കിങ്, ക്യൂന്, ജാക്ക്, ഇവരെ 3നെയും വിളിക്കുന്ന പേരാണെന്ത്, ഫേസ് കാർഡ്സ്. കണ്ടോ, കിങ്, ക്യൂന്, ജാക്ക്, ഇവരെ വിളിക്കുന്ന പേരാണ് ഫേസ് കാർഡ്. അത് ഓരോ സ്യൂട്ടിലുണ്ട്. ഇപ്പൊ 3 എണ്ണമാണ് ഫേസ് കാർഡ്സ്. ഏതൊക്കെയാ, കിങ്, ക്യൂൻ, ജാക്ക്. ഇങ്ങനെ 3 എണ്ണം ഒരു സ്യൂട്ടിൽ. അങ്ങനെ 4 സ്യൂട്ട് ഉണ്ട്. മൊത്തം എത്ര എണ്ണം ഉണ്ട്, അപ്പൊ 3 × 4 12 എണ്ണം ഉണ്ട്. ഹേർട്ടിൽ 3 എണ്ണം ഫേസ് കാർഡ്, ഡയമണ്ടിൽ 3 എണ്ണം, ക്ലബിൽ 3 എണ്ണം, സ്പേഡിൽ 3 എണ്ണം. അപ്പൊ 3, 6, 9, 12. അപ്പൊ 12 ഫേസ് കാർഡ്സ് ആണ് ടോട്ടൽ ഉള്ളത്. മനസ്സിലായല്ലോ. ഇതൊക്കെയാണ് ഇതിനെപ്പറ്റി അറിയാനുള്ളത്, കാർഡ്സ്. അപ്പൊ ഇത് ഓർക്കുക, എത്ര ബ്ലാക്ക് ഉള്ളത്, ബ്ലാക്ക് 26 എണ്ണം. മറക്കരുത്, ടോട്ടൽ 52, 26 ബ്ലാക്ക്, 26 റെഡ്. റെഡിനകത്ത് വരുന്ന ഹേർട്ടും ഡയമണ്ടും, ബ്ലാക്കിനകത്ത് വരുന്ന ക്ലബും സ്പേഡും, ഓരോന്നും 13 വെച്ച്. ഓരോന്നിനകത്ത് ഏതൊക്കെയാ, 2, 3, 4, 5, 6, 7, 8, 9, 10. പിന്നെ എയ്സ്, കിങ്, ക്യൂന്, ജാക്ക്. ഈ എയ്സ്, കിങ് എയ്സ് അല്ല, കിങ്, ക്യൂന്, ജാക്കിനെ വിളിക്കുന്ന പേരാണ് ഫേസ് കാർഡ്. അത് ഓരോ സ്യൂട്ടിലും 3 എണ്ണം. അപ്പൊ മൊത്തം 12 ആണ്. ഓക്കെ, മക്കളെ, നമ്മുടെ ഫോക്കസ് ഏരിയയിലെ ഒന്നാമത്തെ ടോപ്പിക് ആണ് പറയുന്നത് പ്രോബബിലിറ്റി ഓഫ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ്. ഈക്വലി ലൈക്ലി ഔട്ട്കംസ്, അതായത് പേരിൽ തന്നെ ഉണ്ട്, ഈക്വൽ ആണ്. ഈക്വൽ എന്ന് പറഞ്ഞാൽ ഒരേപോലെയാണ്. ലൈക്ലി ഔട്ട്കംസ്, അതായത് ഒരേപോലെ സംഭവിക്കാൻ കഴിവുള്ള
ഇവന്റ്സിന്റെ പ്രോബിലിറ്റി നോക്കി. അതായത് ഓൾ ദ ഇവന്റ്സ് ആർ ഈക്വലി ലൈക്ലി ടു ഒക്കർ. എത്രയാണോ ഇവന്റ്സ് ഉള്ളത് അതെല്ലാം ഒരേപോലെയുള്ള ഒക്കർ ചെയ്യത്തുള്ളൂ. അതായത് അതിന്റെ എല്ലാം പ്രോബിലിറ്റി എന്തായിരിക്കും? സെയിം ആയിരിക്കും. എത്രയൊക്കെ ഇവന്റ്സ് ആണോ ഉള്ളത് ആ ഇവന്റ്സിന്റെ എല്ലാം പ്രത്യേകത എന്തായിരിക്കും? സെയിം പ്രോബിലിറ്റി. ഇപ്പൊ 1/3 ആണെങ്കിൽ 1/3 തന്നെ ആയിരിക്കും എല്ലാം. ഒരു എക്സാമ്പിൾ പറയാം, കാരണം നമുക്ക് ഈ തിയറി പറയുന്നതിനെക്കാട്ടിയൊക്കെ ഏറ്റവും എളുപ്പം എന്ന് പറഞ്ഞാൽ എന്താ, മാത്സിന്റെ കേസിൽ ഇത് പറയുന്ന എന്ത് എക്സാമ്പിൾസ് പറയുന്നത്. അതുകൊണ്ട് ഒരു എക്സാമ്പിൾ നോക്കിയാൽ ത്രോയിങ് എ ഡൈ. ഒരു ഡൈ ത്രോ ചെയ്യുക. ഒരു ഡൈ ത്രോ ചെയ്യുമ്പോൾ ഏതൊക്കെയാണ് നമുക്ക് കിട്ടാവുന്ന ഇവന്റ്സ്? 1 2 3 4 5 6. മനസ്സിലായല്ലോ? ഇതാണ് നമുക്കൊരു ഡൈ, ഒരു കട്ട ത്രോ ചെയ്യുമ്പോൾ. ഇനി നോക്കിയ മക്കളെ, ഞാൻ ഇതിന്റെ അകത്ത് നിന്ന് ഈവൻ നമ്പേഴ്സ് എടുക്കുക. ഈവൻ നമ്പേഴ്സ് എത്രയാ? ഈവൻ നമ്പേഴ്സ് ഏതൊക്കെയാ? ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ 2 4 6. ഇനി അതുപോലെ തന്നെ ഓഡ് നമ്പേഴ്സ് എടുക്കുക. ഓഡ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ഏതാ? ഓഡ് നമ്പേഴ്സ് എന്ന് പറയുന്നത് 1 3 5. കണ്ടോ? 1 3 5. ഇതൊക്കെയാണ് ഞാൻ ഈ ഓരോ ഇവന്റിന്റെ ഓരോ പേര് വിളിച്ചു. ഈവൻ നമ്പറിന്റെ ഞാൻ എ എന്ന് വിളിച്ചു, ഓഡ് നമ്പറിന് ഞാൻ ബി വിളിച്ചു. ഇനി ഇത് നോക്കിയേ, പ്രോബബിലിറ്റി ഓഫ് എ എത്രയാ? പ്രോബബിലിറ്റി ഓഫ് എ മൊത്തം 3 എണ്ണം ഉണ്ട്. ഈവൻ നമ്പേഴ്സ് എത്രയാണ്? 3 എണ്ണം. അപ്പം പ്രോബബിലിറ്റി പറയുമ്പോൾ 3 ഡിവൈഡഡ് ബൈ ടോട്ടൽ അല്ലേ? ടോട്ടൽ എത്രയാണ്? ഡൈ ത്രോ ചെയ്യുമ്പോൾ 6 എണ്ണം വീഴുന്നു. അപ്പം 3/6 എന്ന് വരും അല്ലെ? അപ്പൊ മൊത്തം 6 എണ്ണമാണ്. അതിൽ ഈവൻ നമ്പർ 3 എണ്ണം. അപ്പൊ 3/6 അതിനെ ചെറുതാക്കുമ്പോൾ എത്രയാ? അല്ലെ, 3ന്റെ ഇരട്ടിയാണ് 6. അപ്പൊ 1/2 ആണ് അല്ലെ? 1ന്റെ ഇരട്ടി 2 എന്ന് പറയുന്ന പോലെ. അപ്പം ഓഡ് നമ്പേഴ്സിന്റെ കാര്യത്തിൽ 3 എണ്ണം ഉള്ളത്. ഇത് 3 എണ്ണം, ഇത് 3 എണ്ണം. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ബിയും എത്ര തന്നെയാണ്? 3 എണ്ണം മൊത്തം ഉള്ളത്. എത്ര എണ്ണത്തിൽ? 6 എണ്ണത്തിൽ. അപ്പൊ 1/2. കണ്ടോ? ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എ ഈസ് ഈക്വൽ ടു എന്താണ്? പ്രോബബിലിറ്റി ഓഫ് ബി ആ അല്ലെ? രണ്ടും ഈക്വൽ ആണ്, ഒരേപോലെ അല്ലേ? അതായത് രണ്ടും എത്രയാ? 1/2. അതാണ് ഇങ്ങനെയുള്ള ഇവന്റ്സ്. അതായത് ഒരേ ടൈപ്പ് പ്രോബബിലിറ്റി, ഒരേ നമ്പർ ഓഫ് പ്രോബബിലിറ്റി തരുവാണെങ്കിൽ അങ്ങനെയുള്ള ഇത് ഇവന്റ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? ഈക്വലി ലൈക്ലി ഔട്ട്കംസ് അല്ലെങ്കിൽ ഈക്വലി ലൈക്ലി ഇവന്റ്സ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? അപ്പൊ ഇതിന്റെ എല്ലാം പ്രത്യേകത തന്നെ ആയിരിക്കും, ഇതിനെല്ലാം സെയിം പ്രോബബിലിറ്റി ആയിരിക്കും. അപ്പൊ ഇങ്ങനത്തെ ടൈപ്പ് പ്രോബബിലിറ്റിനെയാണെന്ന് വിളിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് ഈക്വലി ലൈക്ലി ഔട്ട്കംസ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് രണ്ടാമത്തെ ടോപ്പിക്കിലേക്ക് പോകാം. ഇതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള പ്രോബ്ലംസ് ഞാൻ പിന്നീട് ഡിസ്കസ് ചെയ്യാം. രണ്ടാമത്തെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഇവൻ എ ഓർ ബി. എ ഓർ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഞാനിത് സെറ്റ് എന്ന് പറയുന്ന ചാപ്റ്റർ തൊട്ട് പറയുന്ന നമ്മളല്ലേ, സെറ്റിലും പറയുന്നുണ്ട്. ഓർ എന്ന് പറഞ്ഞാൽ യൂണിയൻ അല്ലെ, ആൻഡ് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് എ ഓർ ബി, എ അല്ലെങ്കിൽ ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. എങ്ങനെയാ റെപ്രസെന്റ് ചെയ്യുന്നത്? ഈ ഓറിന്റെ സ്ഥാനത്ത് എന്താവും? യൂണിയൻ ആക്കും. യു എന്ന് പറഞ്ഞാൽ എന്താണ്? യൂണിയൻ. യു എന്ന് പറഞ്ഞാൽ യൂണിയൻ. അപ്പൊ ഓർക്കുക, പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് എ ഓർ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഇത് കാണാനുള്ള ഒരു ഫോർമുല ഉണ്ടല്ലോ, എന്തായിരുന്നു? നമ്മള് പഠിച്ചിട്ടുണ്ട് സെറ്റ്സിനകത്ത്. അത് എൻ ഓഫ് എ യൂണിയൻ ബി എന്നായിരുന്നു. പക്ഷെ നമ്മൾ ഇവിടെ പ്രോബബിലിറ്റി ഉണ്ട് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ ഇക്വേഷൻ? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. മനസ്സിലായല്ലോ? ഇതാണ് നമ്മുടെ ഇക്വേഷൻ. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഈ ഫോർമുല ബൈ ഹാർട്ട് ചെയ്യുക. ഇതുമായിട്ട് എന്ത് ചെയ്യാം? പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. മനസ്സിലായല്ലോ? ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറയുന്നത്. ഇനി നോക്കിയ മക്കളെ, അടുത്ത ഒരു ടോപ്പിക് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് ഇവൻ നോട്ട് എ. പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് നോട്ട് എ, എ അല്ലാത്തത്. നോട്ട് എ എന്ന് പറയുമ്പോൾ എങ്ങനെയാ? പ്രോബബിലിറ്റി ഓഫ് ഇവൻ നോട്ട് എ എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് എന്ന് പറയും. എങ്ങനെ റെപ്രസെന്റ് ചെയ്യും? എ കോംപ്ലിമെന്റ്, എയിൽ ഇല്ലാത്തത്. നോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താ? എയിൽ ഇല്ലാത്തത്. ഇത് ഈ പ്രോബബിലിറ്റി ഓഫ് ഇവൻ എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതും? ഇത് കാണാൻ നമ്മൾ സാധാരണ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ 1 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ചെയ്യും. എന്ത് ചെയ്യും? 1 മൈനസ് ഒന്നിൽ നിന്ന് പ്രോബബിലിറ്റി ഓഫ് ഇവൻ എ നടക്കാനുള്ള പ്രോബബിലിറ്റി കാണും, അത് 1 മൈനസ് ചെയ്യും. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഇവന്റ് എ നടക്കാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. അതാണ് നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? നടക്കാതിരിക്കാനുള്ളതെന്നല്ലേ. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് പി ഓഫ് എ. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ 1 മൈനസ് പി ഓഫ് എ. ഇത് ഓർത്ത് വെക്കുക കേട്ടോ. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1 മൈനസ് പി ഓഫ് എ. നോട്ട് എ എന്നാണ് മീനിങ് കേട്ടോ. ഇതും വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലംസ് ഒക്കെ ചോദിക്കാം. അത് നമ്മൾ എഴുതാനായിട്ട് എന്ത് ചെയ്യണം? സെറ്റ് ആയിട്ടിരിക്കാം. ഓക്കെ, ഇനി കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാനുണ്ട്. അപ്പൊ ഈ 3 ടോപ്പിക്സ് ആണ് നമുക്ക് ഉള്ളത്. ഏത് ഫോക്കസ് ഏരിയയിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ ഇനിയും കുറച്ച് കാര്യങ്ങളൊക്കെ അറിയണം നമുക്ക് എന്ത് ചെയ്യണം? ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യാനായിട്ട്. അപ്പൊ ഓർത്തിരിക്കുക ഇങ്ങനത്തെ കാര്യങ്ങൾ. ഡിമോർഗൻ ലോസ് എന്നൊക്കെ പറഞ്ഞ് ഓർക്കണം കേട്ടോ. അപ്പൊ നോക്കി, ചിലപ്പോൾ കേസുകളിലൊക്കെ നമുക്ക് ഇങ്ങനെ വരാം, എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ തരാം, എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്ന് വരും കേട്ടോ. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇതൊക്കെ ചെയ്യാൻ പഠിക്കണം. എങ്ങനെയായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി കോംപ്ലിമെന്റ് ആണെങ്കിൽ നമ്മൾ എങ്ങനെ എഴുതും? എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതും. അതിന്റെ കോംപ്ലിമെന്റ് ആണ്. മനസ്സിലായല്ലോ? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ്. നമുക്കറിയാലോ, കോംപ്ലിമെന്റ് വെളിയിലാണെങ്കിൽ നമുക്ക് അതിനെ എങ്ങനെ എഴുതാം? 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് എഴുതാം. 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഈ ഫോർമുല ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക, യൂസ്ഫുൾ ആണ്. അടുത്ത് നോക്കിയാൽ അതേപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റിന് പകരം എന്താ?
എ കോംപ്ലിമെന്റ് യൂണിയൻ വരേണ്ട ഇന്റർസെക്ഷൻ ആവാണ്. ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്നാണെങ്കിൽ നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്. കണ്ടോ ഇവിടെ തിരിച്ചായിരുന്നു. യൂണിയൻ വന്നപ്പോൾ എന്തായി? ഇന്റർസെക്ഷൻ ആയി വെളിയിലോട്ട് ഇട്ടപ്പോൾ ഇവിടെ ഇന്റർസെക്ഷൻ വന്നപ്പോൾ എന്തായി? യൂണിയൻ ആയി വെളിയിൽ. ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എഴുതാം. 1 മൈനസ് പി ഓഫ് എ യൂണിയൻ. കണ്ടോ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. മനസ്സിലായല്ലോ? ഇത് ഓർത്ത് നോക്കുക. ഇത് സത്യം പറഞ്ഞാൽ ഏത് ലോയാ? ഡി മോർഗൻസ് ലോസ് എന്ന് പറയുന്ന ലോയാ. ഏത് ലോയാണ്? ഡി മോർഗൻസ് ലോ. ആ ലോയാണ്. ഈ ലോ വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? പ്രോബ്ലംസ് ഒക്കെ ചെയ്യാവുന്ന കേട്ടോ. അപ്പൊ 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ. കാരണം ഇവിടെ എന്ത് വരുന്നോ, അതായത് ഹോൾ കോംപ്ലിമെന്റ് ആയിട്ട് എന്ത് വരുന്നോ അതിനെ നമുക്ക് 1 മൈനസ് ആ സാധനം എഴുതിയാൽ മതി കേട്ടല്ലോ. അപ്പൊ ഇത് യൂസ്ഫുൾ ആണ്. ഇത് ചോദിക്കാവുന്ന. ഓക്കെ മക്കളെ, ഇതൊന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. ഇത് എവിടെയെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു സാധനമാണ്. നോട്ട് എന്ന് പറഞ്ഞാൽ ഓൾറെഡി പറഞ്ഞ കാര്യങ്ങളൊക്കെ തന്നെയാ ചിലതൊക്കെ. നോട്ട് എന്ന് പറഞ്ഞാൽ എയിൽ ഇല്ലാത്തത്. അപ്പൊ നമ്മൾ എങ്ങനെ പ്രസന്റ് ചെയ്യും? എ കോംപ്ലിമെന്റ് എന്ന്. എ ഓർ ബി. ഓർ വന്നാൽ യൂണിയൻ, ഓർ വന്നാൽ യൂണിയൻ. ഓർ മാത്രമല്ല അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാ? യൂണിയൻ തന്നെയാ കേട്ടോ. ഓർത്ത് വെക്കുക. എ ഓർ ബി എന്ന് പറഞ്ഞാലോ എ അറ്റ്ലീസ്റ്റ് ബി, ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് വൺ ഓഫ് എ ഓർ ബി എന്ന് പറയത്തില്ലേ, അപ്പോഴും എന്ത് ചെയ്യുക? യൂണിയൻ തന്നെ യൂസ് ചെയ്യുക. എ ആൻഡ് ബി എന്ന് പറഞ്ഞാൽ ഏതാ? എ ഇന്റർസെക്ഷൻ. ആൻഡ് വന്നാലും ബോത്ത് വന്നാലും സെയിം ആട്ടോ. ആൻഡ് വന്നാലും ബോത്ത് എന്ന് വന്നാലും എന്ത് തന്നെയാ? സെയിം ആണ്. പിന്നെ നൈദർ എ നോർ ബി എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടന്റ് ആണ്, ചോദിക്കാൻ ചാൻസ് ഉണ്ട്. നൈദർ എ നോർ ബി, എയും ഇല്ല ബിയും ഇല്ല. അതിന്റെ അർത്ഥം എ കോംപ്ലിമെന്റ്. എ ഇല്ല, രണ്ടും ഇല്ലെന്ന് പറയുന്നതുകൊണ്ടാണ് ഇന്റർസെക്ഷൻ. ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറയുന്നത്. മനസ്സിലായല്ലോ? എക്സാക്ട്ലി വൺ ഓഫ് എ ഓർ ബി എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരെണ്ണമേ ഉള്ളൂ. അപ്പൊ ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ ബി. മനസ്സിലായല്ലോ? കണ്ടോ, അതാണ് എ മൈനസ് ബി. എയിലുണ്ട് ബിയിലില്ല. യൂണിയൻ ബി മൈനസ് എ, ബിയിലുണ്ട് എയിലില്ല. അതിനെ വേറെ ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യാം. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്, യൂണിയൻ ബി ഇന്റർസെക്ഷൻ എ കോംപ്ലിമെന്റ്. ഇതൊന്ന് ജസ്റ്റ് ഒന്ന് എഴുതി വെച്ചേരും, ആവശ്യം വരും. എ ഓർ ബി എന്ന് പറഞ്ഞാൽ അറിയാലോ, എ യൂണിയൻ ബി. അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാലും നമ്മൾ എന്ത് തന്നെയാ യൂസ് ചെയ്യുന്നത്? അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ്. എ ആൻഡ് ബി എന്ന് പറഞ്ഞാലും അല്ലെങ്കിൽ ബോത്ത് എന്നൊക്കെ വന്നാലും എന്ത് തന്നെയാ? നമ്മൾ ഇതാണ് യൂസ് ചെയ്യുന്നത് കേട്ടോ. നൈദർ എ നോർ ബി. നൈദർ എ നോർ ബി എന്ന് പറഞ്ഞാൽ എയും ഇല്ല ബിയും ഇല്ല. അപ്പം എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. പക്ഷെ ഇത് നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെ എഴുതും? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതും കേട്ടോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ കുറച്ചും ഡി മോർഗനിലോ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് നമ്മൾ എങ്ങനെ എഴുതും? എ യൂണിയൻ ബി കോംപ്ലിമെന്റ്. ഇതിന്റെ പ്രോബബിലിറ്റി പറയുമ്പോൾ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. ഇങ്ങനെയാണ് ചെയ്യുന്നത് കേട്ടല്ലോ. അതൊക്കെ ഓർത്ത് വെക്കാം. എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. ഇനിയും നമുക്ക് രണ്ട് കാര്യങ്ങൾ കൂടി അറിയാണ്ട്, എന്താണ് എക്സ്ക്ലൂസീവും എന്താണ് എക്സ്പോസിറ്റീവ് ഇവന്റ്സ് എന്ന് പറഞ്ഞ് അതും കൂടെ ഒന്ന് അറിഞ്ഞു വെച്ചു. കാരണം എവിടെയെങ്കിലും ഒക്കെ യൂസ്ഫുൾ ആയിട്ട് വരും കേട്ടോ. അതും കൂടെ വെച്ച് അറിഞ്ഞാലുള്ളൂ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചില പ്രോബ്ലംസ് ഒക്കെ ചെയ്യാനായിട്ട് പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം എന്ത് ചെയ്യാം? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് നോക്കാം. ഏതാണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. ഓക്കെ, എന്താണ് മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്? രണ്ട് ഇവന്റ്സ് ഉണ്ട്, എയും ബിയും. ഇപ്പൊ രണ്ട് ഇവന്റ്സ് ഉണ്ട്. 2 ഇവന്റ്സ് ഏതൊക്കെയാണ്? എ ആൻഡ് ബി. രണ്ട് ഇവന്റ്സ് ഏതൊക്കെയാ? ഒന്ന് എയും, ഏത് വേണേലും എടുക്കാം. രണ്ടാമത്തത് ബി എന്ന് എടുത്തു. ഇപ്പൊ ഇവിടുത്തെ കേസ് എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി എടുക്കുവാണെങ്കിൽ ഒന്നും കാണരുത്. എ ഇന്റർസെക്ഷൻ ബി എടുക്കുവാണെങ്കിൽ എന്ത് കാണരുത്? ഒന്നും കാണരുത്. എന്താണ്? 5 ആയിരിക്കും. ഒന്നും കാണരുത്. നത്തിങ് കോമൺ കേട്ടോ. നത്തിങ് കോമൺ. കോമൺ ആയിട്ട് വല്ലതും കാണാവോ? ഒന്നും കാണരുത്. നത്തിങ് കോമൺ. അപ്പൊ അങ്ങനെയുള്ള ഇവന്റ്സിന് വിളിക്കുന്ന പേരാണ് എന്ത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് പറയുന്നത്. ഇന്റർസെക്ഷൻ ബി. അപ്പൊ ഇതിന്റെ പ്രോബബിലിറ്റി എടുക്കുവാണെങ്കിൽ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ ഒന്നും കോമൺ ആയിട്ടില്ലല്ലോ. അപ്പൊ എത്രയായിരിക്കും? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി 0. അപ്പൊ ഈ 0 പ്രോബബിലിറ്റി ആയിട്ട് വരുന്ന ഇവന്റ്സിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇമ്പോസിബിൾ ഇവന്റ്സ് എന്ന് പറയും. 0 പ്രോബബിലിറ്റി ആയിട്ട് വരുന്നതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഇമ്പോസിബിൾ ഇവന്റ്സ്. പ്രോബബിലിറ്റി ഏതെങ്കിലും ഓർമ്മത്തിന്റെ പ്രോബബിലിറ്റി 1 ആവുകയാണെങ്കിൽ അതിനെ വിളിക്കുന്ന പേരാണെന്ത്? ഷുവർ ഇവന്റ്സ് എന്ന് പറയും. ഷുവർ ഇവന്റ്സ്. ഈ പ്രോബബിലിറ്റിയുടെ മാക്സിമം വാല്യൂ 1ഉം മിനിമം വാല്യൂ എത്രയാ? മിനിമം വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്. ഇതിന് രണ്ടിനും ഇടയ്ക്കായിരിക്കും ഏതെങ്കിലും വാല്യൂ. 0നും 1നും ഇടയ്ക്കായിരിക്കും ഏത്? പ്രോബബിലിറ്റിയുടെ വാല്യൂ. ഓർത്ത് വെക്കുക, മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? എ ഇന്റർസെക്ഷൻ ബിയുടെ വാല്യൂ എത്രയാണ്? 5 ആയിരിക്കും. അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0 ആയിരിക്കും. അപ്പൊ നമ്മുടെ ഇക്വേഷൻ എന്താവും? ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു ഇക്വേഷൻ നേരത്തെ? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്നായിരുന്നു ഇക്വേഷൻ. പക്ഷേ ഇൻ കേസ് ഓഫ് exclusive events, in case of exclusive, mutually exclusive, എന്താണ്? എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് ഇന്റർസെക്ഷൻ ബി 0 ആണ് അല്ലെ? പ്രോബബിലിറ്റി ഓഫ് ഇന്റർസെക്ഷൻ ബി 0. അപ്പൊ ഈ ഇക്വേഷൻ എങ്ങനെയായിട്ട് മാറും? ഓക്കെ, പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി എന്നാവും. കണ്ടല്ലോ, എക്സ്ക്ലൂസീവിന്റെ കാര്യത്തിൽ എന്താവും? കാരണം ഈ സാധനം 0 ആയില്ലേ? ഈ സാധനം 0 ആവുമ്പോൾ അതില്ല. ഓക്കെ, പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്ത് വരും? പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയുള്ളതിനെയാണ് എന്ന് വിളിക്കുന്നത് മ്യൂച്വലി
എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് പറയുന്നത്. അതായത് കോമൺ ആയിട്ടൊന്നും കാണരുത്. എക്സാമ്പിൾ ഒക്കെ വേണമെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞില്ല ഈവൻ നമ്പറും ഓഡ് നമ്പറും എടുത്തായിരുന്നു. നോക്കി ഒരു എക്സാമ്പിൾ കൂടെ വേണമെങ്കിൽ പറഞ്ഞേക്കാം. നോക്കി ഡൈയുടെ കാര്യത്തിൽ ത്രോയിങ് ഡൈ എന്ന് പറയുമ്പോൾ ഓർക്കുക ഏതൊക്കെയാണ്? ത്രോയിങ് ഡൈ എന്ന് പറഞ്ഞാൽ മെയിൻ ആയിട്ട് വരുന്നത് ഏതൊക്കെയാണ്? 1 2 3 4 5 6 ആണ് ഡൈയുടെ കാര്യത്തിൽ. ഇപ്പൊ നോക്കി എ എന്ന് പറയുന്ന ഒരു ഇവന്റ് ഞാൻ പറയാം, ഈവൻ നമ്പറാ. എ എന്ന് പറയുന്നത് ഈവൻ നമ്പറിന്റെ കേസിൽ ഏതൊക്കെയാ നോക്കിയേ? 2 4 6 ആണ് ഈവൻ നമ്പർ. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാലോ ബി എന്ന് പറയുന്ന ഒരു ഇവന്റാ ഓഡ് നമ്പർ എന്ന് പറയുന്നത് ബി. അതിന്റെ കേസിൽ നോക്കിയേ ഏതൊക്കെയാ? ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഒറ്റയക്ക സംഖ്യകൾ ഏതൊക്കെയാ നോക്കിയേ? 1 3 5 എന്ന് പറയും. ഈവൻ നമ്പർ 2 4 6, ഓഡ് നമ്പർ 1 3 5. കോമൺ എടുത്താൽ വല്ലതും ഉണ്ടോ? ഇന്റർസെക്ഷൻ ബി എത്രയായിരിക്കും? ഒന്നുമില്ലല്ലോ കോമൺ ആയിട്ട്. അപ്പൊ 5 എന്ന് പറയും. കണ്ടോ, ഒരു നമ്പർ പോലും കോമൺ ആയിട്ടില്ല. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഇന്റർസെക്ഷൻ ബി എത്രയാണ്? 0 ആണ്. അപ്പൊ ഇതാണ് എന്ത്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ് എന്ന് പറയും. എന്ത് പറയും? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ഇവന്റ്സ്. ഈ ഇതൊരു എക്സാമ്പിൾ ഏതിന്റെ? എക്സ്ക്ലൂസീവ് ഇവന്റ്സിന് എക്സാമ്പിൾ. ഇനി അടുത്ത് അറിയേണ്ടത് എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ് എന്ന് പറയുന്നത്. എന്താണ് എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ്? അതുകൂടെ ഒന്ന് നോക്കിക്കളാം. നോക്കിയേ മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ്. നോക്കിയേ മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ്. നോക്കിയേ നേരത്തെ എക്സ്ക്ലൂസീവ് ആണ് പറഞ്ഞത്, ഇപ്പൊ എന്താ? മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ്. അപ്പം എത്ര എണ്ണമാണോ അത്ര അതിന്റെ പ്രോബബിലിറ്റി. നോക്കി ഇപ്പൊ ഞാനത് പറഞ്ഞുതരാം. നോക്കിയേ അതായത് 2 ഇവന്റ്സ് ഉണ്ട്, എ ആൻഡ് ബി. 2 ഇവന്റ്സ് എ ആൻഡ് ബി. ഇവിടുത്തെ കേസിൽ നമ്മൾ ചെയ്യുമ്പോൾ പ്രോബബിലിറ്റി ഓഫ് ഏതൊക്കെയാ? ഈ 2 ഇവന്റിന്റെയും പ്രോബബിലിറ്റി നമ്മൾ യൂണിയൻ എടുക്കുവാണെങ്കിൽ, എ യൂണിയൻ ബി എടുക്കുവാണെങ്കിൽ, അതായത് പ്രോബബിലിറ്റി അല്ല ഇതിന്റെ രണ്ടിന്റെയും എ യൂണിയൻ ബി എടുക്കുവാണെങ്കിൽ, അതായത് എ യൂണിയൻ ബി എടുക്കുവാണെങ്കിൽ നമുക്ക് എന്ത് കിട്ടും? സാമ്പിൾ സ്പേസ് കിട്ടും. എസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ടോട്ടൽ കിട്ടും, സാമ്പിൾ സ്പേസ്. അപ്പം എ യൂണിയൻ ബി എടുക്കുവാണെങ്കിൽ എന്ത് കിട്ടും? സാമ്പിൾ സ്പേസ്. അങ്ങനെയുള്ള ഇവന്റ്സിനെ വിളിക്കുന്ന പേരാണ് എന്ത്? എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ് എന്ന് പറയുന്നത്. അപ്പൊ മനസ്സിലായല്ലോ, 2 ഇവന്റ്സ് ആർ സെഡ് ടു ബി എക്സ്ഹോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഫ് ദ യൂണിയൻ ഗിവ്സ് ദ സാമ്പിൾ സ്പേസ്. രണ്ടിന്റെ എന്തായിരിക്കണം? യൂണിയൻ എന്ത് വരണം? സാമ്പിൾ സ്പേസ് വരണം. ഒരു എക്സാമ്പിൾ കൊണ്ട് കാണിച്ചു തരാം. നേരത്തെ എടുത്ത അതേ എക്സാമ്പിൾ തന്നെ. ഈവൻ നമ്പർ എന്ന് പറയുന്നത് എന്ന് പറയുന്നത് ഈവൻ നമ്പർ ഏതൊക്കെയാ? 2 4 6. ഓഡ് നമ്പർ എന്ന് പറഞ്ഞാൽ ഏതാ? 1 3 5. ഇത് രണ്ടിന്റെയും യൂണിയൻ എടുത്ത യൂണിയൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, രണ്ടുകൂടെ ചേർത്ത് എഴുതുക. അതായത് രണ്ടിനകത്തുള്ള എലിമെന്റ്സ് ഏതൊക്കെയാ? ആദ്യം 1 ഉണ്ട്, 2 ഉണ്ട്, 3 ഉണ്ട്, പിന്നെ ഏതാ? 4 ഉണ്ട്, 5 ഉണ്ട്, 6 ഉണ്ട് അല്ലെ? എല്ലാം ഉണ്ടല്ലോ. 1 2 3 4 5 6 എല്ലാം ഉണ്ട്. അപ്പൊ ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ സാമ്പിൾ സ്പേസ് തന്നെയല്ലേ? അപ്പൊ എ യൂണിയൻ ബി എന്തിനോട് ഈക്വലാ? സാമ്പിൾ സ്പേസിനോട് ഈക്വലാ. അപ്പൊ ഇങ്ങനെയുള്ള ഇവന്റ്സിനെ വിളിക്കുന്ന പേരാണ് മ്യൂച്വലി എക്സ്ഹോസ്റ്റീവ് ഇവന്റ്സ്. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എ ഇന്റർസെക്ഷൻ ബി 5, എക്സ്ഹോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ എ യൂണിയൻ ബി എന്താണ്? എസ് എന്ന് പറയും. അപ്പൊ ഇതൊക്കെയാണ് നമുക്ക് തിയറി പാർട്ട്. ഇനി എന്ത് ചെയ്യാം? പ്രോബ്ലംസിലേക്ക് നോക്കിയ മക്കളെ. ഞാൻ നോക്കിയ ഈ നമ്മൾ ഈ ക്വസ്റ്റ്യൻസ് ആദ്യം ടെക്സ്റ്റ് ബുക്കിലെ ചെയ്യുവാണെങ്കിൽ നിങ്ങൾ ഓർക്കുക അത് എക്സസൈസ് 3 മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പൊ ചെയ്യുന്ന ചാപ്റ്ററിന്റെ 16.3 തൊട്ടേ ഉള്ളൂ നമ്മുടെ സത്യം പറഞ്ഞാൽ ഏത് വരുന്നുള്ളൂ? ഫോക്കസ് ഏരിയയിൽ വരുന്നുള്ളൂ. ഞാൻ ആ ക്വസ്റ്റ്യൻസ് തന്നെ നമ്പേഴ്സ് മാറ്റിയാണ് ഇവിടെ ഇടുന്നത്. സെയിം ക്വസ്റ്റ്യൻസ് അല്ല, ഞാൻ ഇവിടെ നമ്പേഴ്സ് മാറ്റിയിടും. നിങ്ങൾ അന്ന് വീണ്ടും എന്ത് ചെയ്യുക? ടെക്സ്റ്റ് ബുക്കിലെ ക്വസ്റ്റ്യൻസ് ചെയ്യുക. ഇതിനുശേഷം നമ്മുടെ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും ഡിസ്കസ് ചെയ്യും. നോക്കിയേ ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഇഫ് 3/12 is the probability of event A. ഒരു എ എന്ന് പറയുന്ന ഒരു ഇവന്റ് ഉണ്ട്, അതിന്റെ പ്രോബബിലിറ്റി തന്നിട്ടുണ്ട്. എത്രയാ? 3/12. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറയുന്നത് എത്രയാണ്? 3/12. എന്നിട്ട് ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് നോട്ട് എ? ഡയറക്റ്റ് ക്വസ്റ്റ്യൻ. നോട്ട് എയുടെ പ്രോബബിലിറ്റി എത്രയാണ്? നോട്ട് എന്ന് പറഞ്ഞാൽ അറിയാലോ പി ഓഫ് എ കോംപ്ലിമെന്റ് ആണ്. നമ്മൾ ഓൾറെഡി പറഞ്ഞു എന്താണ് അത് കാണാനായിട്ട് 1 - p of a ചെയ്താൽ മതി അല്ലെ? 1 - p of a. എത്ര വരും? 1 - p of a. p of a എന്ന് പറഞ്ഞാൽ 3/12 ആണ്. ഇത് സോൾവ് ചെയ്യാൻ അറിയാലോ എല്ലാവർക്കും. എങ്ങനെയാ സോൾവ് ചെയ്യുന്നത്? ആദ്യം ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുക. ക്രോസ് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ 1 × 12 ചെയ്യുക. എന്ത് ചെയ്യണം? 1 × 12. 1 × 12 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 12. പിന്നെ എന്താ? മൈനസ് ആണെങ്കിൽ മൈനസ് ഇടുക, പ്ലസ് ആണെങ്കിൽ പ്ലസ്. പക്ഷെ ഇവിടെ മൈനസ് ആണ്, മൈനസ്. അടുത്ത ഇങ്ങനെ 3 × താഴെ ഒന്നും ഇല്ലെങ്കിൽ 1. അപ്പൊ 3 × 1 എത്രയാ? 3. കണ്ടോ? ആദ്യമേ 1 × 12 മൈനസ് 3 × 1 ഡിവൈഡഡ് ബൈ താഴത്തെ നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുക. എത്രയാ? 1 × 12 എത്രയാ? 12. അപ്പൊ 12 - 3 എന്ന് പറഞ്ഞാൽ എത്രയാ? 9/12. 9/12. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് അല്ലെങ്കിൽ നോട്ട് എ എന്ന് പറയും. നോട്ട് എയുടെ പ്രോബബിലിറ്റി. ഇങ്ങനെയൊക്കെ ചോദിക്കാം. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് ആണ്. ചോദിച്ചാൽ 1 മാർക്കാണ്. സംഭവം ചെയ്യാനായിട്ട് പഠിച്ചു വെക്കുക. ഓക്കെ, നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഓക്കെ മക്കളെ, ഇതും ഒരു ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെയാണ്. അതായത് പ്രോബബിലിറ്റി ഓഫ് എ തന്നു 1/4 എന്ന് വന്നു. പ്രോബബിലിറ്റി ഓഫ് ബിയും തന്നു 1/5. പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയും തന്നു 1/50. ഇത് ചോദിച്ചിരിക്കുന്ന വാട്ട് ഈസ് ദ പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി? എന്താണ് എ യൂണിയൻ ബിയുടെ പ്രോബബിലിറ്റി? പി ഓഫ് എ യൂണിയൻ ബി. ഡയറക്റ്റ് ഫോർമുല നമുക്കറിയാം. എന്താണ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ? ഫോർമുല എന്ന് പറഞ്ഞാൽ പി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇതല്ലേ പ്രോബബിലിറ്റിയുടെ എന്ത് ഇക്വേഷൻ? പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാ? 1/4. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എത്രയാ?
1/5 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറയുന്നത് 50. മനസ്സിലായല്ലോ? അപ്പൊ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. ഇത് എന്ത് ചെയ്യണം ചെയ്യാനായിട്ട്? ഒന്നില്ലെങ്കിൽ LCM എടുക്കുക, അല്ലെങ്കിൽ നമുക്ക് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. പക്ഷെ ഇവിടെ എളുപ്പം എന്ന് പറയുന്ന ഏതാണ്? LCM തന്നെയാണ്. നമുക്ക് നോക്കാം ഏതാ 4ഉം 5ഉം 15ഉം. LCM ഏതാ? ഈ LCM എന്ന് ഉദ്ദേശിക്കുന്ന ഏതാണ് ആദ്യം വരുന്ന കോമൺ ആയിട്ട് വരുന്ന ഫാക്ടർ ഏതാന്ന് നോക്കിയാൽ 4ന്റെ അകത്തും 5ന്റെ അകത്തും 15ന്റെ അകത്തും കോമൺ ആയിട്ട് വരുന്നത് 60 എന്ന് പറയുന്ന നമ്പറാണ് അല്ലെ? 60 എന്ന് പറയുന്നത്. അപ്പം 4, 8, 12 അങ്ങനെ പോവല്ലേ? ഇതിനകത്തും 60 വരുന്നുണ്ട്, 5നകത്തും എല്ലാം 60 വരുന്നുണ്ട്. ആദ്യം വരുന്ന ഏതാ? ആദ്യം നമ്പർ വരുന്ന കോമൺ നമ്പർ ഏതാ? 60. ഇത് കഴിഞ്ഞിട്ട് 120 ഒക്കെ വരും, പക്ഷെ ആദ്യം വരുന്ന നമ്പർ ഏതാ? 60. അതാണ് LCM. നോക്കിയപ്പോ എല്ലാം കൂടെ ചേർത്ത് 60 എന്ന് കൊടുക്കുക. നോക്കിയേ, ഇതിനെ 60 ആക്കണം. ഇനി നമ്മുടെ ലക്ഷ്യം എന്താക്കണം? ഇനി 60 ആക്കണം. ഇവിടെ 4നെ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലാ 60 ആവുന്നത്? 4 × 15 ചെയ്യുമ്പോഴാണ് 15 × 6 ചെയ്യുമ്പോഴാണ് 60 ആവുന്നത്. അപ്പൊ ഇവിടെയും നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം? 15 കൊണ്ട്. നോക്കിയേ, 15 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60. അപ്പൊ ഓൾറെഡി 60 ഇട്ടിട്ടുണ്ട് താഴെ. ഈ 1 × 15 എത്രയാ? 50. ഇനി അടുത്ത നോക്കി, അടുത്ത കേസിൽ ഇവിടെ 5 ആ. ഇതിനെ 60 ആക്കാൻ എത്ര കൊണ്ടാണ് മൾട്ടിപ്ലൈ ചെയ്യേണ്ടത്? 12 കൊണ്ടാണ്. അപ്പൊ 12 × 5 ആണ് 60. അപ്പൊ ഇവിടെ എത്ര കൊണ്ട് തന്നെ മൾട്ടിപ്ലൈ ചെയ്യണം? 12. അപ്പൊ രണ്ടിടത്തും 12 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. 1 × 12 12 മൈനസ് ഇവിടെ 15 ആ. ഇതിനെ 60 ആക്കാൻ എത്ര കൊണ്ടാ? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലെ? 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് എന്താവുന്നത്? 60 ആവുന്നത് ആണല്ലോ. 15 × 4 അല്ലേ 60. അപ്പൊ ഇതിനെയും 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പൊ നോക്കിയേ എത്ര വരും? 1 × 4 4. അപ്പൊ ആയില്ലേ? എല്ലാത്തിനെയും ഡിവൈഡ് ബൈ 60 ഒറ്റയടിക്ക് നമുക്ക് സബ്ട്രാക്ട് ചെയ്യാം. 15 + 12 27 27 അല്ലെ? 15 12 27 27 മൈനസ് 4 വരും. 27 മൈനസ് 4/60. 27 മൈനസ് 4 എത്രയാ? 23/60 എന്ന് കിട്ടും. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ അല്ലേ? ഇങ്ങനെയൊക്കെയാണ് ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്. അപ്പൊ ഈ ഇക്വേഷൻ എന്ത് ചെയ്യുക? മറക്കാതെ അങ്ങോട്ട് പഠിച്ചു വെക്കുക. ഇതിനകത്ത് നിന്ന് A യൂണിയൻ ബി മാത്രമല്ല, ഏത് വേണമെങ്കിലും ചോദിക്കാം. A ചോദിക്കാം, B ചോദിക്കാം, A ഇന്റർസെക്ഷൻ B ചോദിക്കാം, അങ്ങനെ ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, മക്കളെ അടുത്തത് തന്നിരിക്കുന്നതെന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് A തന്നു, A ഇന്റർസെക്ഷൻ B തന്നു, A യൂണിയൻ B തന്നു. പക്ഷെ പ്രോബബിലിറ്റി ഓഫ് B തന്നോ? ഇല്ല. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കേണ്ടത് പ്രോബബിലിറ്റി ഓഫ് B ആ. നമുക്ക് ആകെപ്പാടെ അറിയാവുന്ന ഇക്വേഷൻ ഏതാ? പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B മൈനസ് പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B. ഇതാണ് നമ്മൾക്ക് അറിയാവുന്ന ഇക്വേഷൻ എന്ന് പറയുന്നത്. ഇനി നോക്കി, ഇതിനകത്ത് നമുക്ക് കണ്ടുപിടിക്കാനുള്ളത് പ്രോബബിലിറ്റി ഓഫ് B. അപ്പൊ അതിനെ അവിടെ നിർത്തി, പ്രോബബിലിറ്റി ഓഫ് B നെ ഞാൻ അവിടെ നിർത്തി. ബാക്കിയുള്ളത് എന്നിട്ട് ഒരു ഈക്വൽ കിട്ടും. എല്ലാത്തിനും ഇപ്പുറത്തോട്ട് കൊണ്ടുവന്നു. ഓൾറെഡി ഇവിടെ ആരുണ്ട്? പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ഉണ്ട്. കണ്ടോ? പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ഉണ്ട്. പ്രോബബിലിറ്റി ഓഫ് B നെ അവിടെ തന്നെ നിർത്തി. ബാക്കിയുള്ള ആരൊക്കെയാ ഉള്ളത്? ഇവിടെ പ്രോബബിലിറ്റി ഓഫ് എയും മൈനസ് P ഓഫ് A ഇന്റർസെക്ഷൻ B. അത് ഇങ്ങോട്ട് വരുന്നു, ഇതിനെയും ഞാൻ അങ്ങോട്ട് കൊണ്ടുവരും. അപ്പൊ നോക്കിയേ എന്തായിട്ട് വരും? P ഓഫ് A ഇപ്പുറത്തോട്ട് വരുമ്പോൾ മൈനസ് P ഓഫ് A. നോക്കിയേ, മൈനസ് P ഓഫ് A ഇന്റർസെക്ഷൻ B ഇപ്പുറത്തോട്ട് വരുമ്പോൾ എന്താവും? പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B. കണ്ടോ? അപ്പൊ എല്ലാം ഒരു സൈഡിലായില്ലേ? നമുക്ക് P ഓഫ് B ആണ് കണ്ടുപിടിക്കുന്നത്. അതിനെ ഞാൻ അവിടെ നിർത്തി, ബാക്കിയുള്ള എല്ലാം ഇപ്പുറത്തോട്ട്. A യൂണിയൻ ബിയുടെ വാല്യൂ ഇട്ട് കൊടുത്തേ എത്രയാ? A യൂണിയൻ B എന്ന് പറഞ്ഞാൽ 0.6 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A, യുടെ വാല്യൂ എത്രയാ? 0.35 പ്ലസ് പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B അത് എത്രയാ? 0.25 which is equal to probability of P. കിട്ടിയില്ലേ? ഇതെല്ലാം കൂടെ കൂട്ടിയാൽ മതി. 0.6 ഉം 0.25 കൂടെ കൂട്ടിയാൽ 60 ഉം 25 കൂടെ കൂട്ടിയാൽ 0.85 മൈനസ് പിന്നെ ഏതാ? 0.35. ഇത് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? പ്രോബബിലിറ്റി ഓഫ് B കിട്ടും. അത് എത്ര കിട്ടും? 85 35 കുറച്ചാൽ എത്രയാ? 50. അപ്പൊ 0.50. മനസ്സിലായല്ലോ? 0.50. ഇതിനെ 1/2 അങ്ങനെ ഒന്നും ആക്കൊന്നും വേണ്ട, ഇത്ര തന്നെ എഴുതി നിർത്തിയാൽ. മനസ്സിലായല്ലോ? ഇനി നമുക്ക് അടുത്ത നോക്കിയ മക്കളെ, ഇവിടെ ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് പ്രോബബിലിറ്റി ഓഫ് A എന്ന് പറഞ്ഞു വന്നിട്ടുണ്ട് 3/5 എന്ന് വന്നിട്ടുണ്ട്. പ്രോബബിലിറ്റി ഓഫ് B എന്ന് വന്നിട്ടുണ്ട് 1/5. എന്നിട്ട് ചോദിച്ചിരിക്കുന്ന ഫൈൻ P ഓഫ് A ഓർ B. A ഓർ B എന്ന് പറഞ്ഞാൽ എന്താ? A യൂണിയൻ B അല്ലെ? ഓർ കണ്ടാൽ നമുക്കറിയാം A യൂണിയൻ B ആണ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ തന്നിട്ടുള്ളത് എഴുതുക ആദ്യമേ. പ്രോബബിലിറ്റി ഓഫ് A എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട് 3/5. പ്രോബബിലിറ്റി ഓഫ് B തന്നിട്ടുണ്ട് എത്രയാ? 1/5 തന്നിട്ടുണ്ട്. ഇനി പറഞ്ഞിട്ടുള്ളത് എന്താ? ഫൈൻ P ഓഫ് A യൂണിയൻ B. കണ്ടുപിടിക്കാനുള്ളത് തന്നെ A ഓർ B ആണ്. ഓർ B എന്ന് പറഞ്ഞാൽ യൂണിയൻ ആണ്, അതാണ് കണ്ടുപിടിക്കാനുള്ളത്. നോക്കിയേ, ഇഫ് A ആൻഡ് B ആർ മ്യൂച്വലി എക്സ്ക്ലൂസീവ്. അതെന്താ പറയുന്നത്? എയും ബിയും എന്താണ്? മ്യൂച്വലി എക്സ്ക്ലൂസീവ് ആണ്. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താണ്? A ഇന്റർസെക്ഷൻ B 5 ആണ്, അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B എത്രയാണ്? 0 ആണ്. ഇത് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുള്ള കാര്യമാണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ A ഇന്റർസെക്ഷൻ B 5 അല്ലെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B 0. അപ്പൊ ഇത് എന്ത് എഴുതാം? പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B ആണ് കാണാനുള്ളത്. ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് A പ്ലസ് പ്രോബബിലിറ്റി ഓഫ് B മൈനസ് പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B എന്നാണ് ഇക്വേഷൻ. അതിൽ A ഇന്റർസെക്ഷൻ B എന്താണ്? 0. ഓക്കെ, എയുടെ വാല്യൂ അറിയാലോ. പ്രോബബിലിറ്റി ഓഫ് A 3/5, പ്രോബബിലിറ്റി ഓഫ് B 1/5 മൈനസ് പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B 0. ഓക്കെ, ഡിനോമിനേറ്റർ സെയിം ആണ്, അപ്പൊ ന്യൂമറേറ്റർ കൂട്ടുക. 3 + 1 എത്രയാ? 4/5. കിട്ടിയില്ലേ? പ്രോബബിലിറ്റി ഓഫ് A ഓർ B അല്ലെങ്കിൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B എത്ര കിട്ടി? 4/5. നല്ലൊരു ക്വസ്റ്റ്യൻ ആണ്. മ്യൂച്വലി എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, നോക്കിയ മക്കളെ, പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് E തന്നിട്ടുണ്ട് 1/4. പ്രോബബിലിറ്റി ഓഫ് ഇവന്റ് F തന്നിട്ടുണ്ട്
1/2 എന്നിട്ട് തന്നിരിക്കുന്ന പ്രോബിലിറ്റി ഓഫ് ഇ ആൻഡ് എഫ്. ഈ ആൻഡ് എന്ന് പറയാൻ അറിയാലോ ഇന്റർസെക്ഷൻ ആണേ. ഇപ്പൊ തന്നിട്ടുണ്ട് നമ്മൾ ചോദിച്ചിരിക്കുന്ന പി പ്രോബിലിറ്റി ഓഫ് ഇ ഓർ എന്ന് പറഞ്ഞാൽ യൂണിയൻ. ഓക്കെ, ആൻഡ് വന്നാൽ ഇന്റർസെക്ഷൻ. അപ്പൊ നോക്കി, നമുക്ക് ആദ്യം കണ്ടത് ഇ യൂണിയൻ എഫ് ആണ് കണ്ടത്. ഇ ഓർ എഫ് എന്ന് പറഞ്ഞാൽ ഇ യൂണിയൻ എഫ്. അപ്പൊ നോക്കി അത് എത്രയാണ്? അത് കാണാനുള്ള ഫോർമുല നമുക്കറിയാം. എന്താണ്? പ്രോബിലിറ്റി ഓഫ് ഇയും എഫും. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ഇ പ്ലസ് പ്രോബിലിറ്റി ഓഫ് എഫ് മൈനസ് പ്രോബിലിറ്റി ഓഫ് ഇ ഇന്റർസെക്ഷൻ എഫ്. ഇതാണ് കണ്ടുപിടിക്കാനുള്ളത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്. ഇയുടെ വാല്യൂ അറിയാലോ 1/4, എഫിന്റെ വാല്യൂ അറിയാലോ 1/2 മൈനസ് ഈ ഇന്റർസെക്ഷൻ അല്ലെ, ഈ ആൻഡ് എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇന്റർസെക്ഷൻ എത്രയാ? 1/8. മനസ്സിലായാലോ? ഇവിടുത്തെ കേസിൽ നമ്മൾ എന്ത് ചെയ്യുന്നത്? LCM ആക്കണം. നോക്കിയാൽ ഏതൊക്കെയാണ് നമ്പേഴ്സ് ഉള്ളത്? 4ഉം 2ഉം 8ഉം ആണ് നമ്പേഴ്സ് ഉള്ളത്. 4, 2, 8 ഇങ്ങനെ വരുന്ന നമ്പേഴ്സ് ഈക്വൽ ആക്കുമ്പോൾ അല്ലെങ്കിൽ LCM കാണുമ്പോൾ എത്ര വരും? കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാ? കണ്ടോ? ഇപ്പൊ 2ന്റെ മൾട്ടിപ്പിൾ വരുന്നതെന്ന് പറഞ്ഞാൽ 2, 4, 6, 8 എന്നാണ് 2 വരുന്നത് അല്ലെ. അപ്പൊ 4ന്റെ ആണെങ്കിലോ 4, 8, 12. കണ്ടോ? 8ന്റെ ആണെങ്കിൽ ഓൾറെഡി 8 എന്ന് തന്നെ നടക്കുന്നു. അപ്പൊ ഇതിനകത്ത് കോമൺ ആയിട്ട് ആദ്യം വരുന്ന നമ്പർ ഏതാ? എല്ലാത്തിലും കോമൺ ആയിട്ട് വരുന്നത് 8 അല്ലേ. അപ്പൊ എല്ലായിടത്തും LCM എത്രയാക്കണം? അല്ലെങ്കിൽ ഡിനോമിനേറ്റർ എത്രയാക്കണം? 8 ആക്കണം. അപ്പൊ 8 ആക്കി. നോക്കി, ഇവിടെ 8 ആക്കാൻ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം? ഇവിടെ 8 ആക്കാൻ 2 കൊണ്ടല്ലേ? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴല്ലേ 8 ആകുന്നത്. 4 × 2 8. കണ്ടോ? ഓൾറെഡി ഉണ്ട് ന്യൂമറേറ്ററിൽ. 1 × 2 എത്രയാവും? 2. മനസ്സിലായാലും എന്തുകൊണ്ടാണ് 2 വന്നത്? 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 8 ആകുന്നത്. ഇനി ഇവിടുത്തെ കേസിൽ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴാണ് 8 ആകുന്നത്. കണ്ടോ? 1 × 4 ആണ് 4, 2 × 4 എത്രയാവും? 8. ഡിനോമിനേറ്റർ 8 ആവും. അപ്പൊ 4 കൊണ്ട് മൾട്ടിപ്ലൈ പ്ലസ് 4. ഇവിടെ ഓൾറെഡി 8 ആണ്. സെയിം നമ്പർ തന്നെ -1. ഇനി ഇത് കൂട്ടി എഴുതിയാൽ പോരെ? അപ്പൊ എത്ര വരും? 2 + 4 6. 6 - 1/8 എന്ന് വരും. 6 - 1 എത്രയാ? 5/8. അപ്പൊ പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് കിട്ടിയില്ലേ? പ്രോബിലിറ്റി ഓഫ് ഇ യൂണിയൻ എഫ് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടി? 5/8. ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ നോക്കിയേ. നോട്ട് ഇ ആൻഡ് നോട്ട് എഫ്. നോട്ട് ഇ എന്ന് പറഞ്ഞാൽ ഇയും ഇല്ല, നോട്ട് ഇ എന്ന് പറഞ്ഞാൽ നോട്ട് ഇ. പിന്നെ ആൻഡ് വന്നാൽ അറിയാലോ, ആൻഡ് വന്നാൽ ഇന്റർസെക്ഷൻ. പിന്നെ ഏതാ? നോട്ട് എഫ്. നോട്ട് എഫ് എന്ന് പറഞ്ഞാൽ എഫ് കോംപ്ലിമെന്റ്. ഇതിനെ നമ്മൾ എഴുതാൻ പഠിച്ചായിരുന്നു. ഈ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ എഫ് കോംപ്ലിമെന്റ് എന്നാണെങ്കിൽ എന്ത് എഴുതും? ആദ്യമേ ഈ യൂണിയൻ എഫ് ആക്കും. ഇന്റർസെക്ഷൻ ആണെങ്കിൽ യൂണിയൻ ആക്കും, എന്നിട്ട് വെളിയിൽ ഒരു കോംപ്ലിമെന്റ്. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതാനാണ് പഠിച്ചിരിക്കുന്നത്? 1 - P of E union F അല്ലെ. 1 - P of E union F ഏതാണോ തന്നിരിക്കുന്നത് അതിന് 1 - ചേർത്ത് എഴുതും. 1 - E union F നമ്മളിപ്പോ കണ്ടു എത്രയാ? 5/8. 1 - 5/8 എന്ന് വരും. സബ്ട്രാക്ട് ചെയ്യുമ്പോൾ എത്ര കിട്ടും? ആദ്യമേ ഇങ്ങനെ 8 - 5 × 1 5/8. മനസ്സിലായല്ലോ? 8 - 5 എത്രയാ? 3/8. മനസ്സിലായല്ലോ? ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുന്നത്. നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. നോക്കിയ മാർച്ച്. ഇനി നമുക്ക് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ചെയ്യാം. കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് നോക്കിയ ആറാമത്തെ ക്വസ്റ്റ്യൻ, അതായത് മാർച്ച് 2014 ക്വസ്റ്റ്യൻ ആണ് ചോദിച്ചിരിക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാ. മാർച്ച് 2014 ചോദിച്ചിട്ടുള്ള ഒന്നാമത്തെ ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് ഡാഷ്. ഡയറക്റ്റ് ക്വസ്റ്റ്യൻ, ആർക്കും എഴുതാം. പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് എന്താണ്? പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ. ഇതെല്ലാവർക്കും അറിയാവുന്ന ക്വസ്റ്റ്യൻ അല്ലേ? 1 മാർക്ക് സിമ്പിൾ ആണ്, 1 മാർക്ക് സുഖമായിട്ട് പഠിക്കാം. നോക്കിയേ, ഇവിടെ ചോദിച്ചിരിക്കുന്നത് എയും തന്നിട്ടുണ്ട്, പ്രോബബിലിറ്റി ഓഫ് ബിയും തന്നിട്ടുണ്ട്, എ ഇന്റർസെക്ഷൻ ബിയും തന്നിട്ടുണ്ട്. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് നോട്ട് എ ആൻഡ് നോട്ട് ബി. നോട്ട് എയും നോട്ട് ബി. നോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താ? എയിലില്ല. നോട്ട് ബി ആൻഡ് വന്നുകൊണ്ട് ഇന്റർസെക്ഷൻ. നോട്ട് ബി എന്ന് പറഞ്ഞാൽ ബിയിലും ഇല്ല. അപ്പൊ എന്ത് വരും? നമുക്ക് എങ്ങനെ എഴുതാം? എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ആണെങ്കിൽ നമ്മൾ എന്ത് എഴുതും? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതും. എന്നിട്ട് ഇതിനകത്ത് തന്നെ 1 - P of A union B അല്ലെ. 1 - P of A union B. അപ്പൊ നമുക്ക് ആദ്യമേ എ യൂണിയൻ ബി അറിയണം. എ യൂണിയൻ ബി കാണാനുള്ള ഫോർമുല എന്താ? എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താണ് ഫോർമുല? പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഈ ഫോർമുല യൂസ് ചെയ്തിട്ട് എ യൂണിയൻ ബി ആദ്യം കണ്ടുപിടിക്കാം. അപ്പൊ എത്ര വരും? പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ 1/3, പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 1/5 മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 1/15. നോക്കിയേ, 3, 5, 15. LCM എത്രയാ? 15 ആണ് അല്ലെ. കോമൺ ആയിട്ട് വരുന്ന നമ്പർ ഏതാ? ആദ്യമേ 15. ഇപ്പൊ ഇവിടെ 3 ആണ്. 3 ആണെങ്കിൽ 15 ആക്കാൻ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എത്രയാ? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ 5 ആണ്. 15 ആക്കാൻ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. ഇവിടെ എത്രയാ? 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. മൾട്ടിപ്ലൈ ചെയ്ത് ഓക്കെ, ഇവിടെ ഓൾറെഡി 15 അപ്പൊ ആക്കുമ്പോഴേക്കും എത്ര വരും? 1 × 5 5 പ്ലസ് ഇവിടെ എത്രയാ? 1 × 3 3 മൈനസ് 1. നോക്കിയേ, അപ്പൊ 5 + 3 എത്രയാ? 8. 8 - 1 എത്രയാ? 7. അപ്പൊ 7/50. ഇതാണ് പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. ഇപ്പൊ കണ്ടുപിടിച്ച സാധനം ഏതാ? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. എന്നിട്ട് നമുക്ക് എന്ത് എഴുതണം? ബാക്കി ചെയ്യണം. 1 - പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി അല്ലേ. 1 - പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി എത്രയാ? 7/50. ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 × 15 15 - 7/15 എന്ന് കിട്ടും. എത്രയാ? 15 - 7 എന്ന് പറഞ്ഞാൽ 8/50. മനസ്സിലായല്ലോ? ഇപ്പൊ ചോദിച്ചത് പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ ആൻഡ് നോട്ട് ബി ആണ്. നോട്ട് എ എന്ന് പറഞ്ഞാൽ എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. അപ്പൊ അത് വെച്ചിട്ടാണ് ഇവിടെ കണ്ടത്. ആദ്യമേ എ യൂണിയൻ ബി കണ്ടുപിടിച്ചു, അതിനുശേഷമാണ് നമ്മൾ അതിന്റെ അകത്തോട്ട് ഇട്ട് കൊടുത്തത്. അപ്പം ഇത് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, ചെയ്ത് പഠിക്കുക കേട്ടോ. ഇതൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ. ഇനി ഇതിന്റെ ഒരു തേർഡ് പാർട്ട് കൂടി ഉണ്ട്, നമുക്ക് അതും കൂടെ ഒന്ന്
ഡിസ്കസ് ചെയ്യാം. ആ 2014 ഇതും ആ 2014 തന്നെ ചോദിച്ചിട്ടുള്ള മൂന്നാമത്തെ. ഫസ്റ്റ് പാർട്ട് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു, സെക്കൻഡ് പാർട്ടും ഡിസ്കസ് ചെയ്തു, തേർഡ് പാർട്ട്. അതായത് ഒരു ബാഗ് ഉണ്ട്, ബാഗിൽ എത്ര ഡിസ്കാ ഉള്ളത്? ടോട്ടൽ 9 ഡിസ്കാ ഉള്ളത്. ടോട്ടൽ എത്രയാ? 9 ഡിസ്ക്. ഒരു ബാഗ് ഉണ്ട്, അതിന്റെ അകത്ത് എത്രയാ? 9 ഡിസ്ക് ഉണ്ട്. അതിൽ 4 റെഡ്, 4 റെഡ്, പിന്നെ എത്രയാ? 3 ബ്ലാക്ക്, അല്ല 3 ബ്ലാക്ക് അല്ല, ബ്ലൂ, 2 യെല്ലോ ഉണ്ടോ? 4 3 7 2 9, 4 റെഡ്, 3 ബ്ലൂ, 2 യെല്ലോ. അപ്പൊ എന്താ പറയുന്നത്? ഡിസ്ക് ഈസ് ഡ്രോൺ അറ്റ് റാൻഡം ഫ്രം ബാഗ്. ഒരു ബാഗിൽ നിന്ന് ഒരു ഡിസ്ക് എടുത്തു. ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ ബി റെഡ്. നോക്കിയാ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ റെഡ് കിട്ടാനുള്ള പ്രോബബിലിറ്റി. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് റെഡ് എന്ന് പറഞ്ഞാൽ എത്രയാ? റെഡ് എത്ര എണ്ണം ഉണ്ടെന്ന് നോക്കുക. എത്ര റെഡ് ഉള്ളത്? 4 എണ്ണം. അപ്പൊ 4 റെഡ് ഉള്ളത്. 4 റെഡ് ഡിവൈഡഡ് ബൈ ടോട്ടൽ. ടോട്ടൽ എത്ര എണ്ണം? 9. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ഗെറ്റിംഗ് റെഡ് എത്രയാ? 4/9. ഇനി നോക്കി രണ്ടാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ഇറ്റ് വിൽ ബി നോട്ട് യെല്ലോ. യെല്ലോ ആവരുത്. യെല്ലോ ആവാതിരിക്കാനുള്ള പ്രോബബിലിറ്റി. യെല്ലോ ആവരുതെന്ന് പറഞ്ഞാൽ റെഡോ ബ്ലൂ ആവാം. യെല്ലോ ആവരുത്, റെഡോ ബ്ലൂ ആവണം. അപ്പൊ ഏതൊക്കെയാ? 4 റെഡും 3 ബ്ലൂവും. അപ്പൊ എത്രയാ? പ്രോബബിലിറ്റി ഓഫ് നോട്ട് യെല്ലോ. പ്രോബബിലിറ്റി ഓഫ് നോട്ട് യെല്ലോ എന്ന് പറയാൻ എന്താ? യെല്ലോ ആവരുത്, 4 റെഡും 3 ബ്ലൂ. അപ്പൊ 4 റെഡ് എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 3 ബ്ലൂ എന്ന് പറഞ്ഞാൽ 4 പ്ലസ് 3 ഡിവൈഡ് ടോട്ടൽ എത്രയാ? 9. 4 പ്ലസ് 3 എത്രയാ? 7/9. സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രീവിയസ് ഇയർ ആയതുകൊണ്ട് ഞാൻ എടുത്ത് പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്കിനി അടുത്ത 2015 2015 അല്ല, ഇംപ്രൂവ്മെന്റ് 2014. 2014 തന്നെ ഇംപ്രൂവ്മെന്റിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള, സിമ്പിൾ ആയിട്ടുള്ള 5 മാർക്കിന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. പ്രോബബിലിറ്റി ഓഫ് എ തന്നു, പ്രോബബിലിറ്റി ഓഫ് ബി തന്നു, എ ഇന്റർസെക്ഷൻ ബി തന്നു. ചോദിച്ചിരിക്കുന്ന പ്രോബബിലിറ്റി ഓഫ് നോട്ട് എ. എ അല്ലാത്തത്. നോട്ട് എന്ന് പറഞ്ഞാൽ എന്താ? എ കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ അറിയാലോ. എ കോംപ്ലിമെന്റ് കണ്ടാലേ ഓർക്കണം അവിടെ എന്തിരുന്ന 1 മൈനസ് പി ഓഫ് എ. അതായത് എത്ര വരും? 1 മൈനസ് പി ഓഫ് എ എന്ന് പറഞ്ഞാൽ 0.42. 1 നിന്ന് 42, 0.42 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 0.58 എന്ന് കിട്ടും അല്ലെ. കാൽക്കുലേറ്റർ ഉണ്ടെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക, കുറയ്ക്കുക. നോട്ട് ബി എന്ന് പറഞ്ഞാൽ അറിയാലോ, സെയിം പോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് ബി കോംപ്ലിമെന്റ്. ഇപ്പൊ എത്ര വരും? 1 മൈനസ് പി ഓഫ് എയുടെ സ്ഥാനത്ത് പി ഓഫ് ബി ആവും. 1 മൈനസ് പി ഓഫ് ബി 0.48 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 1 നിന്ന് 0.48 കുറച്ചാൽ 0.52. മനസ്സിലായല്ലോ. ഇനി ചോദിച്ചിരിക്കുന്ന പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി, മൂന്നാമത്തെ. അപ്പൊ എ യൂണിയൻ ബിയുടെ ഇക്വേഷൻ അറിയാലോ. പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. എയുടെ വാല്യൂ എത്രയാ? 0.42. ബിയുടെ വാല്യൂ എത്രയാ? 0.48. എ ഇന്റർസെക്ഷൻ ബിയുടെ വാല്യൂ എത്രയാ? 0.16. ഇത് രണ്ടും കൂടെ കൂട്ടുമ്പോ 40 40 80 90. 0.90 ഡിവൈഡ് മൈനസ് 0.64. നിങ്ങൾ ഡയറക്റ്റ് ചെയ്യാതെ എന്ത് ചെയ്യുക? കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക കേട്ടോ. വെറുതെ നമ്മൾ എന്തിനാ തെറ്റിക്കുന്നത്? കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ചെയ്യുക, ഇല്ലെങ്കിൽ കാൽക്കുലേറ്റർ യൂസ് ചെയ്യുക. 90 നിന്ന് 16 കുറച്ചാ 24 അല്ലേ? 0.74. ഓക്കെ, ഇത്രയും സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആയിരുന്നു. എത്ര മാർക്കാ? 5 മാർക്കാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പൊ 5 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം? സുഖമായിട്ട് എന്ത് ചെയ്യാം? മേടിച്ചെടുക്കാനായിട്ട് പറ്റും. ഓക്കെ മക്കളെ, ഇത് നേരത്തെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയർ ആയിട്ടുള്ള കുറച്ച് സിമ്പിൾ ആയിട്ട് ഈ MCQ ടൈപ്പ് ഓപ്ഷൻസ് വന്നിട്ട് അത് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നമ്പർ ഓഫ് ഔട്ട്കംസ് ഇൻ സാമ്പിൾ സ്പേസ് ഓഫ് റാൻഡം എക്സ്പെരിമെന്റ് ഓഫ് ത്രോയിങ് 2 ഡൈ. ഇതെല്ലാം നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത കാര്യമാണ്. 2 ഡൈസ് ത്രോ ചെയ്യുന്നത്, 2 ഡൈ ത്രോ ചെയ്യുമ്പോൾ എത്ര ഔട്ട്കംസ് നമുക്കറിയാം. ഡൈ ത്രോ ചെയ്യുമ്പോൾ, ഡൈയുടെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു ഓൾറെഡി ഇനിഷ്യലി ഡിസ്കസ് ചെയ്ത, ഡൈ ത്രോ ചെയ്യുമ്പോൾ എത്രയാ? 6⁻n ആണ്. n എന്ന് പറഞ്ഞാൽ എത്ര വട്ടം എറിയുന്നു, അത് മാത്രം ഓർത്താൽ മതി. ഇപ്പൊ ഇവിടെ നോക്കിയേ, 2 ടൈംസ് 2 ഡൈ ആ ത്രോ ചെയ്യുന്നത്. അപ്പൊ ഇവിടെ എത്രയായിരിക്കും? ഡൈയുടെ കാര്യത്തിൽ 6⁻n, അപ്പൊ 6 സ്ക്വയർ എന്ന് വരും അല്ലെ. 2 ആണ് ആ ത്രോ ചെയ്യുന്നത്, അപ്പൊ 6 സ്ക്വയർ. മനസ്സിലായല്ലോ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത് എന്താ? A and B are two mutually exclusive and exhaustive events. രണ്ടുമാണ്, എക്സ്ക്ലൂസീവ് ആണ്, എക്സ്ഹോസ്റ്റീവ് ആണ്. രണ്ടുമാണെങ്കിൽ വാട്ട് ഈസ് ദ വാല്യൂ ഓഫ് P of A പ്ലസ് P of B? നല്ലൊരു ക്വസ്റ്റ്യൻ ആണേ. അതായത് എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ എന്താ? എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ A ഇന്റർസെക്ഷൻ B 0 അല്ലെ. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B എന്താണ്? 0 ആണ് അല്ലെ. പ്രോബബിലിറ്റി ഓഫ് A ഇന്റർസെക്ഷൻ B എന്ന് പറയുന്നത് 0. എക്സ്ഹോസ്റ്റീവ് എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B എന്ന് പറഞ്ഞാൽ സാമ്പിൾ സ്പേസ് ആണ്. പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B സാമ്പിൾ സ്പേസ്. നമ്മൾ ചോദിച്ചിരിക്കുന്നത് P of A പ്ലസ് P of B. നമുക്കറിയാവുന്ന ഇക്വേഷൻ ഏതാ? P of A യൂണിയൻ B എന്ന് പറഞ്ഞാൽ P of A പ്ലസ് P of B മൈനസ് P of A ഇന്റർസെക്ഷൻ B അല്ലെ. P of A ഇന്റർസെക്ഷൻ B. അപ്പൊ ഇത് ഓട്ടോമാറ്റിക്കലി 0 ആയി. എക്സ്ക്ലൂസീവ് എന്ന് പറഞ്ഞുകൊണ്ട് ഇത് 0 ആയി. അപ്പൊ ഇതിപ്പോ വാല്യൂ 0. അപ്പൊ ബാക്കി ഉണ്ട് P of A പ്ലസ് B of B എന്ന് പറഞ്ഞാൽ A യൂണിയൻ B യോട് ഈക്വൽ. പക്ഷെ ഈ A യൂണിയൻ B എന്ന് പറഞ്ഞാൽ എക്സ്ഹോസ്റ്റീവ് ആണ്, അതായത് സാമ്പിൾ സ്പേസ് ആ. ടോട്ടൽ കിട്ടും. ടോട്ടൽ എന്ന് പറഞ്ഞാൽ എത്രയാ? അതായത് സാമ്പിൾ സ്പേസ് എന്ന് പറഞ്ഞാൽ ടോട്ടലാ. അപ്പൊ എത്രയായിരിക്കും വാല്യൂ? 1 അല്ലേ. ടോട്ടൽ കിട്ടുന്നു, അതിന്റെ പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 1 ആണ്. പ്രോബബിലിറ്റി ഓഫ് A യൂണിയൻ B എത്രയായിരിക്കും? 1 ആയിരിക്കും അല്ലെ. സാമ്പിൾ സ്പേസ് ആയതുകൊണ്ട്, അല്ലെങ്കിൽ ടോട്ടൽ ആയതുകൊണ്ട്, എക്സ്ക്ലൂസീവ് ആയതുകൊണ്ട് അപ്പൊ നമുക്ക് എന്ത് കിട്ടും? P of A പ്ലസ് P of B എന്ന് പറഞ്ഞാൽ എത്രയാണ്? 1. മനസ്സിലായാലോ. എക്സ്ക്ലൂസീവും എക്സ്ഹോസ്റ്റീവ് ആണെങ്കിൽ
ഇതൊന്ന് പഠിച്ചു വെച്ചേരും, ബൈഹാർട്ട് ചെയ്തിട്ടാണല്ലോ ഓർത്ത് വെക്കുക. എ ആൻഡ് ബി എക്സ്ക്ലൂസീവ് എക്സ്ക്ലൂസീവ് ആണെങ്കിൽ പി ഓഫ് എ പ്ലസ് പി ഓഫ് ബി എത്രയായിരിക്കും? 1 ആയിരിക്കും. കേട്ടല്ലോ. അടുത്ത് നോക്കി, ഇൻ ആൻ എക്സ്പെരിമെന്റ് 6 കോയിൻസ് ആർ ടോസ്ഡ്, റൈറ്റ് നമ്പർ ഓഫ് സാമ്പിൾ സ്പേസ്. എത്ര സാമ്പിൾ സ്പേസ് ഉണ്ട്? കോയിൻ ആ മക്കളെ, സിമ്പിളാ. ഡൈ ആയിരുന്നപ്പോൾ 6:n, ഡൈ ആയിരുന്നപ്പോൾ 6:n. അങ്ങനെയാണെങ്കിൽ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താ? കോയിനാ. അപ്പൊ കോയിന്റെ കേസിൽ എന്തായിരുന്നു? ഞാൻ പറഞ്ഞു 2:n ആ. കോയിന്റെ കേസിൽ 2:n. ഇപ്പൊ എത്ര കോയിൻസ് ആ? 6 എണ്ണം. അപ്പൊ 2:n സ്ഥാനത്ത് എത്ര വരും? 2:6. മനസ്സിലായില്ലേ? 2:6 സി ഓപ്ഷൻ ആണ് വരുന്നത്. മനസ്സിലായാലും ഇതെല്ലാം പഠിച്ചു വെച്ചേരും. മക്കളെ, 2 സ്റ്റുഡൻസ് ഉണ്ട്, മിട്ടും മിന്നും അല്ല പേര് അല്ലെ. 2 സ്റ്റുഡൻസ് ഉണ്ട്, മിട്ടു ആൻഡ് മിന്നു അപ്പിയർഡ് ഇൻ ആൻ എക്സാമിനേഷൻ. ഒരു എക്സാമിനേഷനിൽ പങ്കെടുത്തു. പ്രോബബിലിറ്റി ദാറ്റ് മിട്ടു വിൽ ക്വാളിഫൈ ഈസ് പ്രോബബിലിറ്റി ദാറ്റ് മിട്ടു വിൽ ക്വാളിഫൈ ഈസ് 0.05. അതായത് മിട്ടു ജയിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? 0.05. അപ്പൊ നമുക്ക് മിട്ടുവിനെ വേണമെങ്കിൽ എ എന്ന് പറഞ്ഞ ലെറ്റർ കൊടുക്കാം, മിന്നുവിനെ നമുക്ക് ബി എന്ന് കൊടുക്കാം. അപ്പൊ മിട്ടു ജയിക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാ? പ്രോബബിലിറ്റി ഓഫ് മിട്ടു എത്രയാ ജയിക്കാനുള്ളത്? 0.05. ഇനി അടുത്തപോലെ പ്രോബബിലിറ്റി ദാറ്റ് മിന്നു വിൽ ക്വാളിഫൈ 0.10. അപ്പൊ മിന്നു ജയിക്കാനുള്ളത്, അതായത് ബി, പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറയുന്നത് എത്രയാണ്? 0.10. ഇനി അടുത്ത് പറയുന്നത് പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് വിൽ ക്വാളിഫൈ ഈ 0.02. ബോത്ത് എന്ന് പറഞ്ഞാൽ ഓർത്തോണം, ഞാൻ പറഞ്ഞു ബോത്ത് എന്ന് പറഞ്ഞാൽ ഇന്റർസെക്ഷൻ ആണ്. അപ്പൊ പ്രോബബിലിറ്റി ഓഫ് ബോത്ത്, അതായത് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എത്രയാണ്? 0.02 ആണ്. അങ്ങനെയാണെങ്കിൽ ഫൈൻഡ് ദ പ്രോബബിലിറ്റി ദാറ്റ് ബോത്ത് വിൽ നോട്ട് ക്വാളിഫൈ. രണ്ടുപേരും ജയിക്കരുത്, രണ്ടുപേരും തോക്കണം. മനസ്സിലായല്ലോ? എന്നാ സ്വഭാവം നോക്കി, രണ്ടുപേരും തോക്കണം. അപ്പൊ രണ്ടുപേരും തോക്കാനുള്ള പ്രോബബിലിറ്റി ആണ് കണ്ടുപിടിച്ചത്. അതായത് എയും തോക്കണം, രണ്ടുപേരും അല്ലേ. അപ്പൊ രണ്ടുപേരും വേണ്ടോണ്ട് ഇന്റർസെക്ഷൻ ബിയും തോക്കണം, രണ്ടുപേരും തോക്കണം. പ്രോബബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ്. ഓക്കെ. അപ്പൊ ഇത് ഞാൻ പറഞ്ഞു എങ്ങനെ ചെയ്യുന്നത്. പ്രോബബിലിറ്റി ഓഫ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണെങ്കിൽ നമ്മൾ എന്ത് കാണും? പ്രോബബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് ആദ്യം കാണും അല്ലെ. എ ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് ആണ് ഇങ്ങനെ. ഇതിനെ നമ്മൾ എങ്ങനെ എഴുതും? 1 - P of A യൂണിയൻ ബി. ഇത് ഒരേ സ്റ്റെപ്പ് തന്നെയാണ്. നിങ്ങൾ എല്ലാ ക്വസ്റ്റ്യൻസും എടുത്ത് നോക്കി ഈ സ്റ്റെപ്സ് തന്നെയാണ് നമ്മൾ ചെയ്തിരിക്കുന്നത് അല്ലെ. അപ്പൊ നോക്കിയേ, 1 - P of A യൂണിയൻ ബി. 1 - P of A യൂണിയൻ ബിയും കണ്ടുപിടിച്ചിട്ടില്ല. അപ്പൊ P of A യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? ഈ P of A യൂണിയൻ ബിയുടെ സ്ഥാനത്ത് നമുക്ക് എന്ത് എഴുതാം? കണ്ടുപിടിക്കാനുള്ള സാധനം, അതിന്റെ ഇക്വേഷൻ പ്രോബബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി അല്ലെ. എ യൂണിയൻ ബി കാണാനുള്ള ഫോർമുല അല്ലേ? എ പ്ലസ് ബി മൈനസ് ഇന്റർസെക്ഷൻ ബി. അപ്പൊ 1 - പ്രോബബിലിറ്റി ഓഫ് എ. പ്രോബബിലിറ്റി ഓഫ് എ എന്ന് പറഞ്ഞാൽ എത്രയാ? 0.05. പ്രോബബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ എത്രയാ? 0.10 മൈനസ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ എത്രയാ? 0.02. മനസ്സിലായാലും ഇത് ചെയ്യുമ്പോൾ എത്ര കിട്ടും? 1 - കാൽക്കുലേറ്റർ ചെയ്താലും മതി. 0.05 10 കൂടെ കൂട്ടിയാൽ 15 എന്ന് കിട്ടും അല്ലെ. നോക്കിയേ, 0.05 5ഉം 10ഉം കൂടെ കൂട്ടിയാൽ 15. 15ന്ന് 2 കുറയ്ക്കണം അല്ലെ. 2 കുറയ്ക്കുമ്പോൾ എത്ര കിട്ടും? 13 എന്ന് കിട്ടും. അപ്പൊ 1 - 0.13, അതായത് എത്രയാ? 100ൽ നിന്ന് 13 കുറച്ചാൽ 87. അപ്പൊ 0.87. ഇത് നിങ്ങൾ ഇങ്ങനെ ചെയ്യണമെന്നൊന്നുമില്ല, കാൽക്കുലേറ്ററിലാണെങ്കിലും ചെയ്താൽ മതി കേട്ടോ. അപ്പൊ രണ്ടുപേരും തോക്കാനുള്ള പ്രോബബിലിറ്റി എത്രയാണ്? തോക്കാനുള്ള പ്രോബബിലിറ്റി എന്ന് പറഞ്ഞാൽ 0.87. ഇത് ചോദിച്ചിട്ടുള്ളത് 2015 ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. മനസ്സിലായല്ലോ? ഓക്കെ മക്കളെ, ഇപ്പൊ നമ്മളോട് ഇത്രയുള്ളൂ പറഞ്ഞിട്ടുള്ളൂ. ഇനി ഞാനൊരു ക്വസ്റ്റ്യനോട് ആഡ് ചെയ്യുവാണ് ഇതിന്റെ അകത്തോട്ട്. അതായത് രണ്ടുപേരും തോക്കാനുള്ള പ്രോബബിലിറ്റി അല്ലേ, പക്ഷെ എനിക്ക് ഇവരെ അങ്ങനെ തോപ്പിക്കാൻ ഇഷ്ടമില്ല. അപ്പൊ ഞാൻ എന്ത് ചെയ്യുക? ഇതിനകത്ത് ഏതെങ്കിലും ഒരാൾ ജയിക്കാനുള്ള പ്രോബബിലിറ്റി എങ്കിലും ഞാൻ കാണാൻ പോകും. അപ്പൊ എന്ത് ചെയ്യുക? അറ്റ്ലീസ്റ്റ് 1 of them will qualify. എന്ത് ചെയ്യണം? ബി ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അറ്റ്ലീസ്റ്റ് 1 of them qualify. അപ്പൊ നമുക്ക് കണ്ടുപിടിക്കാനുള്ളതാണ് പ്രോബബിലിറ്റി ഓഫ് അറ്റ്ലീസ്റ്റ് 1 of them qualify. ഏതെങ്കിലും ഒരാൾ ക്വാളിഫൈ ആണ്. 1 of them qualify. ഒന്നില്ലെങ്കിൽ എ ആവാം, അല്ലെങ്കിൽ എ ആവുമ്പോൾ ബി ജയിക്കരുത്. മനസ്സിലായല്ലോ? അറ്റ്ലീസ്റ്റ് 1 of them qualify അല്ലേ. 1 of them will qualify. അറ്റ്ലീസ്റ്റ് എന്ന് പറയണ്ട, നമുക്ക് 1 of them qualify എന്ന് പറയാം. മനസ്സിലായല്ലോ? അറ്റ്ലീസ്റ്റ് എന്ന് പറഞ്ഞ വേണ്ടി ഞാൻ കളയുന്നു. അതായത് ഏതെങ്കിലും ഒരാൾ ക്വാളിഫൈ ആവും. മനസ്സിലായല്ലോ? ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ ബി. അപ്പം എ ആണെങ്കിൽ ബി ആവരുത്, ബി ആണെങ്കിൽ എയും ആവരുത്. അപ്പൊ ഇങ്ങനെ വരുമ്പോ എന്ത് ചെയ്യുമെന്നാണ് നമുക്ക് അറിയേണ്ടത്. നോക്കിയേ, അറ്റ്ലീസ്റ്റ് 1 of them ക്വാളിഫൈ. ഒന്നില്ലെങ്കിൽ എ അല്ലെങ്കിൽ ബി. ഇപ്പൊ നോക്കിയേ, ഇതിനെ എങ്ങനെ എഴുതും? ഇപ്പൊ സപ്പോസ് എ ജയിക്കുവാണെങ്കിൽ ആര് ജയിക്കരുത്? ബി ജയിക്കരുത്. അതായത് എ - ബി. എയിലുണ്ട്, ബിയിലില്ല. അതായത് എ ജയിക്കുവാണെങ്കിൽ ബി ജയിക്കരുത്. ഓർ അല്ലെങ്കിൽ എന്താ? ബി ജയിക്കാം, പക്ഷെ ആര് ജയിക്കരുത്? എ ജയിക്കരുത്. കണ്ടോ? ബി - എ. ഒന്നില്ലെങ്കിൽ എ ജയിക്കുക അല്ലെങ്കിൽ ബി ജയിക്കരുത്. ഒരാളും ജയിക്കുള്ളൂ, ബി അല്ലെങ്കിൽ എ. ഇതെങ്ങനെയാ ചെയ്യുന്നത്? എ - ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ - ബി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് എഴുതും? അത് ശ്രദ്ധിച്ചോണം. എ - ബി എന്ന് പറഞ്ഞാൽ പ്രോബബിലിറ്റി ഓഫ് എ മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇത് മനസ്സിലാക്കണേ. എ - ബി എന്ന് പറഞ്ഞാൽ എന്താണ്? പി ഓഫ് എ മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. പിന്നെ ബി - എ എന്ന് പറഞ്ഞാലോ പ്രോബബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. മനസ്സിലായല്ലോ?
അപ്പം ഏതാണോ ഉള്ളത്, എ ആണെങ്കിൽ എ എഴുതുക മൈനസ് എ ഇന്റർസെക്ഷൻ ബി, ബി ആണെങ്കിൽ ബി എഴുതുക മൈനസ് എ ഇന്റർസെക്ഷൻ ബി. മനസ്സിലായല്ലോ? എയുടെ വാല്യൂ അറിയാലോ, പ്രോബിലിറ്റി ഓഫ് എ 0.05 മൈനസ് എ ഇന്റർസെക്ഷൻ ബിയുടെ വാല്യൂ എത്രയാ 0.02 പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി എന്ന് പറഞ്ഞാൽ 0.10 മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 0.02. ഇപ്പൊ എത്ര വരും? 5ഉം 10ഉം കൂടെ കൂട്ടിയാൽ 15 അല്ലെ? നമുക്ക് ആദ്യം കൂട്ടാണ് കൂട്ടാം. 5ഉം 10ഉം കൂടെ കൂട്ടിയാൽ 15. അപ്പൊ 0.15 മൈനസ് കുറയ്ക്കുന്ന ഏതൊക്കെയാ 0.02 0.02 അപ്പൊ 0.04 കുറയ്ക്കും. കുറയ്ക്കുമ്പോൾ എത്ര വരും? 5ന്ന് 4 പോയാൽ 11 0.11. മനസ്സിലായല്ലോ? ഇതാണ് ആരെങ്കിലും ഒരാൾ ജയിക്കാനുള്ള പ്രോബിലിറ്റി. മനസ്സിലായല്ലോ? ആദ്യമേ 5ന്ന് 2 പോയി, എത്രയാ 3, ഇവിടുന്ന് 10ന്ന് 2 പോയാൽ 8. 8 3 കൂടെ കൂട്ടിയാലും 11. അങ്ങനെ വേണമെങ്കിലും ലിങ്ക് ചെയ്യാം. ഇതാണ് അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ക്വാളിഫൈ. അറ്റ്ലീസ്റ്റ് വൺ ഓഫ് ദം ക്വാളിഫൈ എന്ന് പറഞ്ഞാൽ എ മൈനസ് ബി ഓർ ബി മൈനസ്. നോക്കി മക്കളെ, 12ാമത്തെ ക്വസ്റ്റ്യൻ പ്രീവിയസ് ഇയർ ആണ്. 2016 ചോദിച്ച 2016 പ്രോബിലിറ്റി ഓഫ് എ എന്നിട്ടുണ്ട് 0.5. എന്നിട്ട് ചോദിച്ചിരിക്കുന്നത് ഫൈൻഡ് ദ പ്രോബിലിറ്റി ഓഫ് എ കോംപ്ലിമെന്റ് അല്ലെ? നമുക്കറിയാം നോട്ട് എ എന്ന് പറഞ്ഞാൽ എന്താ 1 മൈനസ് പി ഓഫ് എ ആണ്. 1 മൈനസ് പി ഓഫ് എ എന്ന് പറയുമ്പോൾ എത്ര വരും? 1 മൈനസ് 0.5. 1ൽ നിന്ന് അര കുറച്ചാൽ എത്ര തന്നെയാ? വീണ്ടും അര തന്നെ 0.5. നോക്കിയേ, പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തത് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ എന്താ? പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. ഇത് നമുക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ്. അപ്പൊ പ്രോബിലിറ്റി ഓഫ് എയുടെ വാല്യൂ എത്രയാ? 0.5. പ്രോബിലിറ്റി ഓഫ് ബിയുടെ വാല്യൂ എത്രയാ? 0.6 മൈനസ് ഓഫ് എ ഇന്റർസെക്ഷൻ ബി എന്ന് പറഞ്ഞാൽ 0.3. അപ്പൊ 5 6 11. 11ൽ നിന്ന് 3 പോയാൽ എത്രയാണ്? 8. അതായത് 0.8 എന്ന് കിട്ടും. മനസ്സിലായല്ലോ? എ യൂണിയൻ ബിയുടെ വാല്യൂ കിട്ടില്ല. 5 6 11. 11ൽ നിന്ന് 3 പോയാൽ 8. ഇനി എ കോംപ്ലിമെന്റ് ഇന്റർസെക്ഷൻ ബി കോംപ്ലിമെന്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഇതിന് നമ്മൾ എങ്ങനെ എഴുതും? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ് എന്ന് എഴുതും. അതായത് 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. അതായത് എത്രയാ? 1 മൈനസ് എ യൂണിയൻ ബിയുടെ വാല്യൂ എത്രയായിരുന്നു? 8. 100ൽ നിന്ന് 8 പോയാൽ, അല്ലെങ്കിൽ 100ൽ നിന്ന് 80 പോയാൽ 20 അല്ലേ? അപ്പൊ 0.2. കാൽക്കുലേറ്റർ യൂസ് ചെയ്യുന്നതായിരിക്കും നല്ലത് കേട്ടോ. എ കോംപ്ലിമെന്റ് യൂണിയൻ ബി കോംപ്ലിമെന്റ് എന്നാണെങ്കിൽ പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി ഹോൾ കോംപ്ലിമെന്റ്, അല്ലെങ്കിൽ 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. അതായത് 1 മൈനസ് പി ഓഫ് എ ഇന്റർസെക്ഷൻ ബിയുടെ വാല്യൂ 0.3. 1 മൈനസ് 0.3 എന്ന് പറഞ്ഞാൽ 0.7. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. 4 മാർക്കിന് ചോദിച്ചാണ്. 4 മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം? സുഖമായിട്ട് എന്ത് ചെയ്യാം? മേടിച്ചെടുക്കാം അല്ലെ? അത്രയ്ക്ക്. അടുത്ത ക്വസ്റ്റ്യൻ, ഇത് 2016 ഇംപ്രൂവ്മെന്റ് ചോദിച്ചാൽ, പക്ഷേ ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേ ഉള്ള അതേ ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ്. സോ പഠിച്ചു വെക്കുക. ഇത് വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ചോദിക്കാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, ഇൻ എ ക്ലാസ് ഓഫ് 60 സ്റ്റുഡൻസ്, ഒരു ക്ലാസ്സിൽ 60 പേരുണ്ട്. അതിൽ 30 പേര് എന്തിനാ? NCC. ഇപ്പൊ NCC എന്നൊക്കെ എഴുതിയ സമയം കളയണ്ട, എ എന്ന് കൊടുത്താൽ മതി. NCC ആണെങ്കിൽ എ, NSS 32 വരും. അപ്പം NCC, അപ്പൊ പ്രോബിലിറ്റി ഓഫ് NCC അല്ലെങ്കിൽ പ്രോബിലിറ്റി ഓഫ് NCC എത്രയാ? NCC എന്ന് പറയുന്നത് എ ആണേ. NCC എന്ന് പറയുന്നത് എയും NSS എന്താ? ബിയും. ഇപ്പൊ NCCക്കകത്ത് എത്ര പേരാ? 30 പേര് സെലക്ട് ആയി. അപ്പൊ 30 പേര് മൊത്തം എത്ര പേരില്ല? 60 പേരില്ല. അപ്പൊ 30/60. ഈ പ്രോബിലിറ്റി ഓഫ് NSS എത്രയാ? അല്ലെങ്കിൽ ബി, അത് 32. അപ്പൊ 32/60. ഇനി 24 ഓപ്റ്റഡ് ഫോർ ബോത്ത്. ബോത്ത് എന്ന് പറഞ്ഞാൽ രണ്ടിലും ഇന്റർസെക്ഷൻ. ബോത്ത് കണ്ടാൽ ഓർത്തോണ ഇന്റർസെക്ഷൻ. എത്രയാ? 24 പേര്. അപ്പൊ 24/60. മനസ്സിലായാലോ? ഇനി ചോദിച്ചിരിക്കുന്നത് സ്റ്റുഡൻസ് ഓപ്റ്റഡ് NCC ഓർ NSS. അപ്പൊ NCC ഓർ കണ്ടാൽ അറിയാനുള്ള യൂണിയൻ ആണ് പ്രോബിലിറ്റി ഓഫ് എ യൂണിയൻ ബി. അതിന്റെ അർത്ഥം എന്താ? പ്രോബിലിറ്റി ഓഫ് എ പ്ലസ് പ്രോബിലിറ്റി ഓഫ് ബി മൈനസ് പ്രോബിലിറ്റി ഓഫ് എ ഇന്റർസെക്ഷൻ ബി. മനസ്സിലായല്ലോ? ഇപ്പൊ എത്ര വരും? എ എന്ന് പറഞ്ഞാൽ 30/60, ബി എന്ന് പറയുന്നത് 32/60, ഇന്റർസെക്ഷൻ എന്ന് പറയുമ്പോൾ 24/60. നോക്കിയേ, 30 32 കുട്ടികൾ 62. 62 മൈനസ് 24/60. 62 മൈനസ് 24 എത്രയാ? 12 4 പോയാ 8, 5 2 പോയാ 38. അപ്പൊ എത്രയാ പ്രോബിലിറ്റി? 38/60. ഇതാണ് NCC അല്ലെങ്കിൽ NSS. അപ്പൊ എത്ര പ്രോബിലിറ്റി? 38/60. അതിനെ വേണേൽ ചെറുതാക്കാൻ 19 2 ഡിവൈഡ് ചെയ്യുമ്പോൾ 19/13 ഒക്കെ എഴുതാം. അത് നിർബന്ധമൊന്നുള്ള കാര്യമൊന്നുമല്ല. അടുത്ത ക്വസ്റ്റ്യൻ ആ പ്രോബിലിറ്റി ഓഫ് നൈദർ NCC നോർ NSS അല്ലെ? അതായത് NCCയും ഓർ എന്നല്ല ഉദ്ദേശിക്കുന്നത്, നോർ എന്നാണ്. പ്രോബിലിറ്റി ഓഫ് NCC നോർ NSS. NCCയും കാണരുത്, NSSും കാണരുത്. അതായത് NCC എന്ന് പറഞ്ഞാൽ എയും കാണരുത്, ഇന്റർസെക്ഷൻ ബിയിലും, രണ്ടിലും ഇല്ലാത്ത എത്ര പേരാണ്? ഇത് കാണാൻ പറഞ്ഞാൽ എന്ത് ചെയ്യണം? എ യൂണിയൻ ബി. ഇന്റർസെക്ഷൻ ആയിരുന്നെങ്കിൽ നമ്മൾ എന്തായിരുന്നു? എ യൂണിയൻ ബി ഹോൾ കോംപ്ലിമെന്റ്, അല്ലെങ്കിൽ 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി. മനസ്സിലായല്ലോ? എത്ര 1 മൈനസ് പി ഓഫ് എ യൂണിയൻ ബി എന്ന് പറഞ്ഞാൽ 38/60 ആണ്. ചെറുതാക്കുമ്പോൾ എത്ര വരും? ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 60 മൈനസ് 38 ഡിവൈഡഡ് ബൈ 60. കണ്ടോ? 60 മൈനസ് 38 ഡിവൈഡ് ബൈ 60. 60 മൈനസ് 38 എത്രയാ? 22. 22/60. ഇതിനെ ചെറുതാക്കുമ്പോൾ എത്ര കിട്ടും? 11/30 എന്ന് കിട്ടും അല്ലെ? 11/30. ഇത് എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല.
22/60 എന്ന് മാത്രം എഴുതിയാലും. ഓക്കെ, മക്കളെ. അപ്പൊ ഇത്രയൊക്കെയാണ് ക്വസ്റ്റ്യൻസ് നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, നമ്മുടെ ഫോക്കസ് ഏരിയ ബേസ്ഡ് ആയിട്ട് ചോദിച്ചിട്ടുള്ളത്. ഓൾമോസ്റ്റ് എല്ലാ ക്വസ്റ്റ്യൻസും നമ്മുടെ ടെക്സ്റ്റ് ബുക്കുമായിട്ട് റിലേറ്റ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ എന്താ പ്രീവിയസ് ഇയർ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസും ചെയ്തിട്ടുണ്ട്. ഈ ക്വസ്റ്റ്യൻസ് എല്ലാം നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അതായത് ഡൗട്ട്സ് വരുവാണെങ്കിൽ കമന്റ് സെക്ഷനിൽ ചോദിക്കുക, അല്ലെങ്കിൽ നമ്മുടെ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലുണ്ട്. അതുവഴി നമ്മൾ എന്ത് ചെയ്യുക, ലിങ്കിൽ കയറുക, വാട്സപ്പിൽ ജോയിൻ ചെയ്യുക. അങ്ങനെ എന്ത് ഡൗട്ട്സ് വന്നാലും ചോദിക്കുക. കാരണം ഇത് വളരെ വളരെ ഈസി ആയിട്ടുള്ള ഒരു ചാപ്റ്റർ ആണ് പ്രോബബിലിറ്റി എന്ന് പറയുന്നത്. ഇപ്പം ഒന്നും അറിയാത്ത കുട്ടികൾക്കാണെങ്കിൽ പോലും പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് പ്രോബബിലിറ്റി, സെറ്റ്സ്, സ്റ്റാറ്റിസ്റ്റിക്സ്, അങ്ങനത്തെ കുറച്ച് ചാപ്റ്റേഴ്സ്. അതെല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക, പഠിച്ചിരിക്കണം, നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം. സുഖമായിട്ട് അത് മാത്രം മതി, ഈ 3 ചാപ്റ്റർ ഉണ്ടെങ്കിൽ മാത്രം മതി എന്താ നമുക്ക് ജയിക്കാനുള്ളതായി. പക്ഷെ നമുക്ക് ജയമല്ല വേണ്ടത്, നമുക്ക് ഫുൾ മാർക്കാണ് വേണ്ടത്, അല്ലെ? അപ്പൊ അതിനുവേണ്ടി നന്നായിട്ട് പഠിക്കുക, നന്നായിട്ട് പരിശ്രമിക്കുക. ഇനി എന്ത് ചെയ്യുക, ഒരു 40-45 ദിവസം കൂടെ ഉള്ളൂ. നന്നായിട്ട് പഠിച്ചാൽ നമുക്ക് ഫുൾ മാർക്കാണ് പഠിക്കുക. ഇനിയാണെങ്കിൽ തുടങ്ങിയാൽ മതി, സംഭവം ഈസി ആവും, അല്ലെ? സോ നമുക്ക് പുതിയ ഒരു വീഡിയോ ആയിട്ട് ഉടനെ വരാം. അതുവരേക്കും ഇത് നന്നായിട്ട് പഠിച്ചു വെക്കുക, നല്ല മാർക്ക് മേടിക്കുക. ഓക്കെ, സോ ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു.